Hi students, welcome back to our physics class. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് motion in a straight lineലെ average speed, average velocity related കുറച്ച് questions എന്നിട്ട് റിമൈനിങ് ടോപ്പിക്സ്. ഓക്കെ, ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ലാസ്റ്റ് സെഷനിൽ നമ്മൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദ ന്യൂമറിക്കൽസ്. നമുക്ക് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി എങ്ങനെ എടുക്കണം എന്നറിയണ്ടേ? അപ്പം കുറച്ച് ന്യൂമറിക്കൽസ് കഴിഞ്ഞിട്ട് ബാക്കി ടോപ്പിക്സും കൂടെ ഇന്ന് നമ്മൾ എടുക്കും. ഓക്കെ, സോ ലെറ്റസ് നമുക്ക് തുടങ്ങാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജ് സ്പീഡ് എന്തായിരുന്നു? അതിന് മുമ്പൊന്ന് പറഞ്ഞു തന്നെ. വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? Average speed is the total distance travelled by a body divided by the total time taken. Alle? And what is average velocity? Total displacement of the body divided by total time taken. ശരിയല്ലേ? അപ്പോൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഇതത് ന്യൂമറിക്കൽസ് ആയിട്ട് വരുമ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യും നോക്കാം. നമുക്ക് 1-2 എക്സാമ്പിൾസ്, 2-3 എക്സാമ്പിൾസ്, 3-4 എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. So the first question, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. A body walks 3 meter. A boy walks, ബോഡി അല്ല നമ്മുടെ കുട്ടിയാ. A boy walks 3 meter east in 2 seconds. ക്വസ്റ്റ്യനകത്ത് പറയുക, ഒരു കുട്ടി അയാൾ ഈസ്റ്റിലോട്ട് നടക്കുക, 3 meter നടന്നു. എത്ര സമയം കൊണ്ടാ? 2 seconds. Then 2 meter west. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി അവിടുന്ന് വെസ്റ്റിലോട്ട് തിരിഞ്ഞു. ഓക്കെ, ഈസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരുന്ന കുട്ടി വെസ്റ്റിലോട്ട് തിരിഞ്ഞു ഇൻ 3 seconds. പക്ഷെ വെസ്റ്റിലോട്ട് ഇയാൾ ഒരു 2 meter നടന്നത് 3 seconds കൊണ്ടാണ്. ഫൈൻഡ് ഹിസ് ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? കുട്ടിയുടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം, ആവറേജ് വെലോസിറ്റി. അപ്പം നോക്കാം നമുക്ക് കുട്ടി എങ്ങനെയാണ് നടന്നതെന്ന്. സപ്പോസ് ഇതാണ് കുട്ടി സ്റ്റാർട്ട് ചെയ്ത സ്ഥലം. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കുട്ടി ഒരു 3 meter ഡിസ്റ്റൻസ്, 1, 2, 3. ഓക്കെ, 3 meter ഡിസ്റ്റൻസ് എവിടെ എത്തി? ഈസ്റ്റിലോട്ട്. സപ്പോസ് ദിസ് ഡയറക്ഷൻ ഈസ് ഈസ്റ്റ്. ഈ കുട്ടി എങ്ങോട്ടെത്തി? 3 meter ഈസ്റ്റിലോട്ട് എത്തി. എത്ര സമയം കൊണ്ടാ? 2 secondsലാണ് ഇയാൾ 3 meter ഈസ്റ്റിലോട്ട് വന്നത്. ആൻഡ് 2 meter വെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന കുട്ടി കുറച്ചു നേരം കഴിയുമ്പോൾ വെസ്റ്റിലോട്ട് വരിക. 2 meter വെസ്റ്റ്. അപ്പോൾ 1, 2. ശരിയല്ലേ? അപ്പം നമ്മളിവിടെ നമ്പർ ഇടുക 1, 2, 3. ആദ്യമേ 3 meter ഈസ്റ്റിലോട്ട് വന്നു, തിരിച്ച് 3യിൽ നിന്ന് 2 meter, 1 meter, 2 meter. അപ്പം കുട്ടി എവിടെ നിൽക്കുക ഇപ്പം? ദിസ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ബോയ്. കണ്ടോ? ഓക്കെ, സോ എത്ര സമയം കൊണ്ട്? 3 seconds കൊണ്ട് കുട്ടി തിരിച്ചു വന്നു. ഓക്കെ, എവിടെ എത്തി? 2 meter മാറി വെസ്റ്റിലോട്ട്. ഫൈൻഡ് ഹിസ് ആവറേജ് സ്പീഡ്. നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് നമ്മൾ എങ്ങനെ എടുത്തത്? ടോട്ടൽ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് പറ. വാട്ട് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ്? പോയ വഴി മൊത്തം എടുക്കണം. ആദ്യമേ 3 meter റൈറ്റിലോട്ട് പോയി, ഈസ്റ്റിലോട്ട് വന്നു. പിന്നെ 2 meter വെസ്റ്റിലോട്ട് വന്നു. അപ്പം എങ്ങനെ എഴുതും? 3 meter പ്ലസ് 2 meter ബൈ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ? ആദ്യമേ 2 seconds കൊണ്ട് ഈസ്റ്റിലോട്ട് പോയി, പിന്നെ 3 seconds. ദാറ്റ് ഈസ് 5 meter ബൈ 5 seconds. സോ ഹിസ് സ്പീഡ് ഈസ് 1 meter per second. ശരിയല്ലേ? കുട്ടിയുടെ സ്പീഡ് എത്ര? 1 meter per second. ക്ലിയർ ആണല്ലോ? ആൻഡ് വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. വാട്ട് ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്? ഈസ്റ്റിലോട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ട് 3 meter പോയ കുട്ടി പിന്നെ വന്നത് വെസ്റ്റിലോട്ട് 2 meter. മനസ്സിലായോ കാര്യം? മനസ്സിലായോ? ഈസ്റ്റിലോട്ട് പ്ലസ് 3 meter എന്നെടുക്കുമ്പോൾ വെസ്റ്റിലോട്ട് -2 meter എന്നെടുക്കണം. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ആ വെക്റ്റർ ആ ഡയറക്ഷൻ ഉണ്ട്. ശരിയല്ലേ? ആൻഡ് വാട്ട് ഇസ് ദ ടൈം? ഈസ്റ്റിലോട്ട് 3 meter പോയത് 2 seconds കൊണ്ടും വെസ്റ്റിലോട്ട് -2 meter വന്നത് 3 seconds കൊണ്ടും. അപ്പം ടൈമിന് വ്യത്യാസം വരുമോ? 2 seconds പ്ലസ് 3 seconds. So what is the answer? The answer becomes 1 meter by 5 seconds. 1 by 5 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 0.2 meter per second. ശരിയല്ലേ? സോ ഹിസ് ആവറേജ് സ്പീഡ് ഈസ് 1 meter per second and the average velocity is 0.2
2 meter per second. Clear ആയോ? കുട്ടിയുടെ സ്പീഡ് എത്ര? ആവറേജ് സ്പീഡ് 1 meter per second ഉം ആവറേജ് വെലോസിറ്റി 1/5 meter per second ആണ്. 1/5 എന്ന് വെച്ചാൽ 0.2. ക്ലിയർ? ഓക്കെ, ശരിയല്ലേ? ഗുഡ്. അപ്പോൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ മാൻ ഗോസ് ഫ്രം എ ടു ബി അറ്റ് v1 സ്പീഡ്. ഒരാൾ എയിൽ നിന്ന് ബിയിലോട്ട് v1 സ്പീഡിൽ മൂവ് ചെയ്തു. ആൻഡ് റിട്ടേൺസ് ഫ്രം ബി ടു എ അറ്റ് v2 സ്പീഡ്. കുറേ നേരം കഴിഞ്ഞ അയാൾ ബിയിൽ നിന്ന് എയിലോട്ട് വന്നു. ഏത് സ്പീഡിൽ? v2 സ്പീഡിൽ. ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴെങ്ങനെയാ മോഷൻ? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആൾ എവിടെ എത്തി? ബിയിലെത്തി. ശരിയല്ലേ? ഏത് സ്പീഡിലാണ് പോയത്? v1 സ്പീഡിൽ. ആൻഡ് റിട്ടേൺസ് ഫ്രം ബി ടു എ. കുറച്ച് നേരം കഴിഞ്ഞ് ബിയിൽ നിന്ന് എയിലോട്ട് വന്നു. ഏത് സ്പീഡിൽ വന്നു? v2ൽ. എങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി? പറഞ്ഞു തരുമോ? ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആ. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആ. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്? ആവറേജ് വെലോസിറ്റി എടുക്കുമ്പോൾ, ഓക്കെ, വി ആർ ടേക്കിംഗ് അബൌട്ട് ദി ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എടുത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്ലസ് എ ബി. എ ടു ബി പ്ലസ് എ ബി എടുത്താൽ തിരിച്ച് ബി ടു എ മൈനസ് എ ബി ഡിസ്റ്റൻസ് അല്ലേ? ബൈ ടൈം ടേക്കൺ അല്ലേ? റൈറ്റിലോട്ട് എത്ര ദൂരം പോയോ അത്രയും തന്നെ ദൂരം ലെഫ്റ്റിലോട്ട് വന്നു. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്? ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് becomes 0. So what is the average velocity? Average velocity also becomes 0. Clear? So what is the average velocity here? The average velocity is 0 because the displacement is 0. ഇപ്പം കിട്ടിയ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എയിൽ നിന്ന് ബിയിലോട്ട് എത്ര ദൂരം പോയോ അത്രയും തന്നെ ദൂരം ബിയിൽ നിന്ന് എയിലോട്ട് തിരിച്ചും വന്നു. അപ്പോൾ ഒരാൾ പ്ലസ് എ ബി എന്ന് പറയാൻ അവർ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, ദൂരം എത്ര തന്നിട്ടില്ല. അപ്പം ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട് എ ബി എന്നങ്ങ് വിളിച്ചു. എ ബി ദൂരം റൈറ്റിലോട്ട് പ്ലസ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട് മൈനസ് എ ബി. അപ്പോൾ മൊത്തം ഡിസ്പ്ലേസ്മെന്റ് എത്രയാവും? ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് becomes 0 ആൻഡ് ആവറേജ് വെലോസിറ്റി becomes 0. ക്ലിയർ? ഇനി അതേപോലെ എനിക്ക് എന്ത് വേണം? ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് 0 ആവോ? ഇല്ല. എനിക്ക് അവിടെ ഡയറക്ഷൻ നോക്കണ്ട, ഡിസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി. ശരിയല്ലേ? അപ്പം റൈറ്റിലോട്ട് എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, പിന്നെയും ലെഫ്റ്റിലോട്ട് എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഈക്വൽ ഡിസ്റ്റൻസ് വിത്ത് അൺഈക്വൽ സ്പീഡ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഈക്വൽ ഡിസ്റ്റൻസ് വിത്ത് അൺഈക്വൽ സ്പീഡ്. 2 ഈക്വൽ ഡിസ്റ്റൻസ് വിത്ത് അൺഈക്വൽ സ്പീഡ് വന്നപ്പോൾ ആവറേജ് നമ്മൾ എങ്ങനെ എടുത്തേ? 2/1/v1 പ്ലസ് 1/v2. ഓർമ്മയുണ്ടോ? 2/1/v1 പ്ലസ് 1/v2. അതെങ്ങനെ എഴുതും? സോൾവ് ചെയ്തപ്പോൾ എത്ര കിട്ടിയായിരുന്നു? 2v1 v2 by v1 plus v2. Okay, clear? So what is the average speed here? Average speed in the value namakariam 2v1 v2 by v1 plus v2 ആണ്. 2 equal distance with unequal speed ആയതുകൊണ്ട്. പക്ഷേ ആവറേജ് വെലോസിറ്റി എത്രയായി പോയി? 0. എന്തുകൊണ്ടാ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ മോഷൻ ഇസ് 0. ക്ലിയർ? ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായി പോയി? 0 ആയിപ്പോയി. ക്ലിയർ ആയല്ലോ? ഗുഡ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man covers 3 equal distance with the speed v1, v2 and v3. Find the average speed of the man. A man covers, ഒരാൾ ഇങ്ങനെ നടന്നു പോവാം. ശരിയല്ലേ? അയാൾ നടക്കുവാണോ ഇല്ലോ നമുക്കറിയില്ല. വാട്ട് മേ ബി, എ മാൻ ഇസ് മൂവിങ്. ഓക്കെ, 3 ഈക്വൽ ഡിസ്റ്റൻസ് 1, 2, 3. അപ്പോൾ ഇത് എസ് ആണ്, ഇതും എസ് ആണ്, ഇതും എസ് ആണ്. കണ്ടോ? A man travels 3 equal distance with speeds v1, v2, v3. The average speed എങ്ങനെയായിരുന്നു? ഈക്വൽ ഡിസ്റ്റൻസ് അൺഈക്വൽ സ്പീഡ്. എങ്ങനെയാണ് നമ്മൾ എടുത്തത്? 2 ഈക്വൽ ഡിസ്റ്റൻസ് by unequal speed 2/1/v1 plus 1/v2. അപ്പം 3 equal distance നമ്മൾ പറഞ്ഞതാ ജനറൽ ഇക്വേഷൻ. n equal distance traveled with unequal speed ആയാൽ n by 1/v1 plus 1/v2 plus up to 1/vn. അതേപോലെ 3 equal distance ആണെങ്കിൽ v average becomes എങ്ങനെ എഴുതാം? 3/1/v1 plus 1/v2 plus 1/v3 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 3 divided by
V1 V2 V3 ഡിനോമിനേറ്ററിലും മുകളിൽ എത്ര കിട്ടും V2 V3 പ്ലസ് V1 V3 പ്ലസ് ദെൻ V1 V2 ശരിയല്ലേ? അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അറിയാമല്ലോ, ഡിനോമിനേറ്ററിലെ ഫ്രാക്ഷൻ വന്നാൽ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും 3V1 V2 V3 അല്ലേ? V1 V2 V3 അങ്ങ് മുകളിൽ വന്നിട്ട് V2 V3 പ്ലസ് V1 V3 പ്ലസ് V1 V2. Clear? So what is the answer? 3V1 V2 V3 by 3V1 V2 V3 by V1 V2 plus V1 V3 plus V2 V3. ശരിയല്ലേ? അപ്പം 3 ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അൺഈക്വൽ സ്പീഡിൽ ട്രാവൽ ചെയ്തെങ്കിൽ എത്ര കിട്ടുമെന്ന് അറിയാമല്ലോ. ജനറൽ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? n ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് വിത്ത് അൺഈക്വൽ സ്പീഡ് ആണെങ്കിൽ 1 by V1 പ്ലസ് 1 by V2 പ്ലസ് up to 1 by Vn. ഓർമ്മയുണ്ടല്ലോ നമ്മൾ പഠിച്ചത്? വെരി ഗുഡ്, മനസ്സിലായല്ലോ? ഓക്കെ, 3 ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് 3 by 1 by V1 പ്ലസ് 1 by V2 പ്ലസ് 1 by V3. സോൾവ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 3V1 V2 V3 by V2 V3 plus V1 V3 plus V1 V2. Clear? Okay, ആൻസർ കിട്ടിയല്ലോ എല്ലാവർക്കും? വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ ഒരുപാട് ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റിയുടെ എക്സാമ്പിൾസ് വരാം. ശരിയല്ലേ? നമുക്ക് കുറേ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. എ മാൻ കവേഴ്സ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v ആൻഡ് ദ റിമൈനിങ് ഹാഫ് ഡിസ്റ്റൻസ് സ്പീഡ് വിത്ത് speeds v1 and v2 for 2 equal time intervals. എന്ത് ചെയ്തു? എ മാൻ കവേഴ്സ്, നോക്കി, എ മാൻ കവേഴ്സ് ഹാഫ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഫുൾ മോഷൻ്റെ ഒരു എസ്സും, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ 2s ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എസ്സും സെക്കൻഡ് എസ്സും, അതാണ് അവർ പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? ഫുൾ ഡിസ്റ്റൻസിൻ്റെ ആദ്യ പകുതി അടുത്ത പകുതി. അപ്പോൾ ഞാൻ ആദ്യത്തെ പകുതി എസ് എന്ന് വിളിച്ചു, s/2 എന്നൊക്കെ കാൽക്കുലേഷൻ എടുക്കണ്ടേ? അപ്പോൾ ആദ്യം ഞാൻ എസ് എന്ന് പറഞ്ഞു, റിമൈനിങ് എസ് എന്നും പറഞ്ഞു. എ മാൻ കവേഴ്സ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v. ആദ്യത്തെ എസ് ഡിസ്റ്റൻസ് അയാൾ സ്പീഡ് വിയിലെടുത്തു. ആർക്കെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? മിസ് എന്താ s/2 ഹാഫ് എന്ന് പറഞ്ഞിടയ്ക്ക് s/2 എന്ന് എടുത്തില്ല? അത് തന്നെ ഞാൻ എടുത്തത്. അപ്പം s/2 മൊത്തം എസ്, എസ്സും എസ് എന്ന് പറഞ്ഞാൽ മൊത്തം ഡിസ്റ്റൻസ് എത്ര എടുക്കണം? 2s. അത്രേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പം കാൽക്കുലേഷൻ എളുപ്പമാവും. സോ ആദ്യത്തെ എസ് വി സ്പീഡിലും റിമൈനിങ് ഹാഫ് ബാക്കിയുള്ള എസ് എങ്ങനെ എടുത്തു? വിത്ത് സ്പീഡ്സ് v1 ആൻഡ് v2. ആ ബാക്കിയുള്ള എസ് ഒറ്റയടിക്കങ്ങ് പോയില്ല. അയാൾ എങ്ങനെയാ പോയെന്നറിയാവോ? ബാക്കിയുള്ള എസ് v1 v2 എന്ന് പറയുന്ന രണ്ട് സ്പീഡിൽ പോയി. ഫോർ 2 ഈക്വൽ ടൈം ഇൻ്റർവെൽസ്. 2 ഈക്വൽ ടൈം ഇൻ്റർവെൽസ്, അതായത് ബാക്കിയുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എത്ര സമയമെടുത്തോ അതിൻ്റെ പകുതി സമയം v1 സ്പീഡിലും ബാക്കി പകുതി സമയം v2 സ്പീഡിലും. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് വരയ്ക്കാം. സോ വൺസ് മോർ ഒന്നും കൂടെ കാണിക്കാം എങ്ങനെ ഇയാൾ ട്രാവൽ ചെയ്തത്. സപ്പോസ് ഇയാൾ ഇതാ ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തത് വിചാരിക്കാം. ഓക്കെ, അപ്പം പകുതി ഡിസ്റ്റൻസ് അത് ഞാൻ എസ് എന്ന് വിളിച്ചതേ ഉള്ളൂ. എസ് വിയിൽ ട്രാവൽ ചെയ്തു. റിമൈനിങ് ഡിസ്റ്റൻസ് എസ് എങ്ങനെ ട്രാവൽ ചെയ്തു? v1ഉം v2ഉം ഉപയോഗിച്ച് ട്രാവൽ ചെയ്തു. ആ v1ഉം v2ഉം എങ്ങനെയാണ് അയാൾ ട്രാവൽ ചെയ്തത്? ഇവിടുന്ന് എന്താണ്ട് ഈ പോയിന്റിൽ നിന്നും നമുക്ക് പേര് കൊടുക്കാം. എ ടു ബി ഒരു എസ് ഉണ്ട്, ബി ടു സിയും ഒരു എസ് ഉണ്ട്. ബിയിൽ നിന്ന് സി വരെ ട്രാവൽ ചെയ്യാൻ ഇയാൾ എത്ര ടൈം എടുത്തോ അതിൻ്റെ പകുതി ടൈം. മനസ്സിലായല്ലോ? പകുതി ടൈം v1 സ്പീഡിലും ബാക്കി പകുതി ടൈം ഈക്വൽ ടൈം ഇൻ്റർവെൽ. അപ്പം 2 സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ 1 സെക്കൻഡ്. ക്ലിയർ ആയോ? അപ്പം മൊത്തം 2t ടൈം ഉണ്ടെങ്കിൽ t ടൈം v1 സ്പീഡിലും ബാക്കി t ടൈം v2 സ്പീഡിലും. മനസ്സിലായോ? ക്ലിയർ ആയോ? മൊത്തം എടുത്ത ടൈമിൻ്റെ പകുതി ടൈം. അപ്പം ഞാൻ മൊത്തം 2t ടൈം എടുത്തു. കാൽക്കുലേഷൻ എളുപ്പമാവും, അതുകൊണ്ട് 2t ടൈം എടുത്തു. അതിൽ t ടൈം v1 സ്പീഡിലും ബാക്കി t ടൈം v2 സ്പീഡിലുമാണ്. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ഹോൾ മോഷൻ? എയിൽ നിന്നും ബി വരെ ഉള്ള ആവറേജ് പറയണം. അപ്പം മൊത്തം എങ്ങനെ എടുക്കും?
ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ രണ്ട് പാർട്സ് തന്നു. കണ്ടോ, ക്വസ്റ്റ്യൻ ഇത്രയും കൂടെ ടഫാക്കിയത് കണ്ടോ, രണ്ട് പാർട്സ് തന്നു. അതിൽ രണ്ടാമത്തെ പാർട്ടിൽ ഈക്വൽ ടൈം അൺഈക്വൽ സ്പീഡ് എങ്ങനാക്കി, ഈക്വൽ ടൈം അൺഈക്വൽ സ്പീഡ്. അപ്പം നമ്മൾ ഇവരുടെ ആവറേജ് ഫോർ ബി ടു സി, ഞാൻ ബിയിൽ നിന്ന് സി വരെയുള്ളതിൻ്റെ വി ആവറേജ് എടുത്തു, വി ഡാഷ് എന്നും പറഞ്ഞു. ശ്രദ്ധിച്ചോണേ, വി ഡാഷ് ഇസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്, ഈക്വൽ ടൈം ഇൻ്റർവെൽ വിത്ത് അൺഈക്വൽ സ്പീഡ് ആണെങ്കിൽ v1 + v2/2 നമ്മൾ പഠിച്ചതാ. ഈക്വൽ ടൈം ഇൻ്റർവെൽ, 2 ഈക്വൽ ടൈം ഇൻ്റർവെൽസ് വിത്ത് അൺഈക്വൽ സ്പീഡ് ആണെങ്കിൽ v1 + v2/2 എന്നാണ് നമ്മൾ പഠിച്ചത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം പറഞ്ഞോ, v1 + v2/2 is the average for the second part. രണ്ടാമത്തെ പാർട്ടിൻ്റെ ആവറേജ് v1 + v2/2 കിട്ടി. ശരിയല്ലേ? ശരിയല്ലേ? ഇനി അപ്പം സെക്കൻഡ് പാർട്ടിൻ്റെ ഫുൾ ആവറേജ് കിട്ടിയാൽ എനിക്ക് മൊത്തം മോഷൻ എടുക്കാമല്ലോ. ഇനി ഞാൻ എ മുതൽ സി വരെയുള്ളത് ഒന്നിച്ച് പറയാൻ പോവാം. എ മുതൽ സി വരെ എടുക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് എ ടു ബി എസ് ഡിസ്റ്റൻസ് വി സ്പീഡിൽ, സെക്കൻഡ് ബി ടു സി എസ് ഡിസ്റ്റൻസ് വി ഡാഷ് സ്പീഡിൽ. ശരിയല്ലേ? ശരിയല്ലേ? അപ്പം എ ടു സി മൊത്തം ആവറേജ് എങ്ങനെ കിട്ടും, വി ആവറേജ് ഇസ് നൗ ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ 2 ഈക്വൽ ഡിസ്റ്റൻസ് അൺഈക്വൽ സ്പീഡിൽ വന്നാൽ 2v ഡാഷ് ബൈ വി പ്ലസ് വി ഡാഷ്. മനസ്സിലായോ? 2v ഡാഷ് ബൈ വി പ്ലസ് വി ഡാഷ്. നമുക്കതൊന്ന് കണ്ടുപിടിക്കാം ഇങ്ങോട്ട്. ഓക്കെ, സോ വി ആവറേജ് നൗ ബിക്കംസ് 2 into v ഡാഷ് എത്ര അതാ കിടക്കുന്നത്, ദിസ് ഇസ് വി ഡാഷ്, v1 + v2/2 അല്ലേ, ഡിവൈഡഡ് ബൈ വി പ്ലസ് വി ഡാഷ്, ദാറ്റ് ഈസ് വി പ്ലസ് വി ഡാഷ് എത്ര, v1 + v2/2. ശരിയാണോ? നെക്സ്റ്റ് സ്റ്റെപ്പ്, 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. എത്ര കിട്ടും? അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ കിട്ടി, വി വിൽ ഗെറ്റ് v1 + v2/2 v പ്ലസ് താഴെ സോൾവ് ചെയ്യുക. അതിനേക്കാളും നല്ലത് നമുക്ക് അല്ലാതെ സോൾവ് ചെയ്യാം. ഇറേസ് ചെയ്യട്ടെ ഒന്ന്. നമുക്കിതെങ്ങനെ എഴുതാം, 2v × v1 + കുറച്ചും കൂടെ നല്ല മെത്തേഡ്, ഇത് കട്ട് ചെയ്യണ്ട. ഓക്കെ, ബൈ 2 ഡിവൈഡഡ് ബൈ ഇവിടെ എങ്ങനെ എഴുതാം, 2v + v1 + v2/2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ എനിക്ക് എങ്ങനെ കിട്ടും ആൻസർ, 2v × v1 + v2. ബോർഡ് കാണുന്നുണ്ടോ? വി വിൽ റൈറ്റ് ഹിയർ 2v × v1 + v2/2v + v1 + v2. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? മനസ്സിലായോ? ബോർഡിൽ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ എണീറ്റ് പോകരുത്, ശ്രദ്ധിച്ചോണം. വൺസ് മോർ, നമുക്കൊന്നുകൂടെ ചെയ്യാമെന്നേ. ഒന്നുകൂടെ ചെയ്യാം, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കൂടെ ചെയ്യാം. എ മാൻ കവേഴ്സ്, ഒന്നും കൂടെ പറഞ്ഞു തരട്ടെ മിസ്. എ മാൻ കവേഴ്സ് ഹാഫ് ഡിസ്റ്റൻസ്, അതായത് ഞാൻ എസ് എന്നെടുത്തു, വിത്ത് എ സ്പീഡ് വി ആൻഡ് ദ റിമൈനിങ് ഹാഫ് ഡിസ്റ്റൻസ് എസ്. എങ്ങനെ? 2 ഈക്വൽ ടൈം ഇൻ്റർവെൽസ് ഓഫ് ടി ആൻഡ് ടി വിത്ത് ദ സ്പീഡ്സ് v1 ആൻഡ് v2 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ സെക്കൻഡ് പാർട്ട് ഇതിനെ നമ്മൾ എ ബി എന്ന് വിളിച്ചു, ഇതിനെ നമ്മൾ ബി സി എന്ന് വിളിച്ചു. സെക്കൻഡ് പാർട്ടിൻ്റെ വി ആവറേജ് ആദ്യമേ എടുത്തു. വി ആവറേജിനെ ഞാൻ വി ഡാഷ് എന്ന് വിളിച്ചു സെക്കൻഡ് പാർട്ടിൻ്റെ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഈക്വൽ ടൈം ഇൻ്റർവെൽ അൺഈക്വൽ സ്പീഡ് v1 + v2/2 എന്നെടുത്തു. ശരിയല്ലേ? അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെയും കൂടെ ആവറേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മൊത്തം എ ടു ബി എടുക്കുമ്പോൾ ഹൗ ടു റൈറ്റ്, v average now becomes 2 equal distance ആയി. എസും എസും ഈക്വൽ ആണ്. ശരിയല്ലേ? 2v v' by v plus v' which is equal to 2 into v എത്ര, v1 plus v2/2. ശരിയല്ലേ? the whole divided by v plus v' എത്ര, v1 plus v2/2. ശരിയല്ലേ?
അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ 2v ഇൻറ്റു v1 പ്ലസ് v2 ബൈ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2v പ്ലസ് v1 പ്ലസ് v2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ ദ ആൻസർ ബിക്കംസ് 2 ഇൻറ്റു v1 പ്ലസ് v2 ബൈ 2v പ്ലസ് v1 പ്ലസ് v2. ഇഷ്ടപ്പെട്ടോ? സോ വാട്ട് ഈസ് ദ ആവറേജ്? ഒന്നുകൂടെ എഴുതാം. 2v ഇൻറ്റു v1 പ്ലസ് v2 ബൈ 2v പ്ലസ് v1 പ്ലസ് v2 ഇസ് ദ ആവറേജ് ഓഫ് ദിസ് ഹോൾ ട്രിപ്പ്. ക്ലിയർ? മനസ്സിലായ? ക്വസ്റ്റ്യൻ ഇത്രയും കൂടെ ടഫാക്കി തരുക. എന്തിനാ? ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റണം. ക്ലിയർ? കൂടെ ചെയ്തല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, വെരി ഗുഡ്. അപ്പം നമ്മൾ അതും ചെയ്ത് നോക്കി. ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നേക്കുന്നത്, ശരിയല്ലേ? അപ്പം ഇത്രയും കൂടെ ടഫാക്കി അവർ ചോദിക്കും. നമ്മൾ പക്ഷെ പേടിക്കുവോ? ഇല്ല. നമുക്ക് നോക്കാം. എ ബസ് കവേഴ്സ്, മാനങ്ങ് മാറ്റി ബസ്സാക്കി. എ ബസ് കവേഴ്സ് ഹാഫ് ഡിസ്റ്റൻസ് അറ്റ് എ സ്പീഡ് v ആൻഡ് ദ റിമൈനിങ് ഹാഫ് ഡിസ്റ്റൻസ്, നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, ശരിയല്ലേ? എ ബസ് കവേഴ്സ് ഹാഫ് ഡിസ്റ്റൻസ്, യെസ് എന്നെടുക്കാം, വിത്ത് എ സ്പീഡ് v ആൻഡ് ദ റിമൈനിങ് ഹാഫ് ഡിസ്റ്റൻസ് at speed v1 for time 1/3 time and v2 for 2/3 time. നേരത്തെ ക്വസ്റ്റ്യനകത്ത് സെക്കൻഡ് പാർട്ടിൽ ടൈം ഈക്വൽ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ അവർ എന്ത് ചെയ്ത് തന്നു? ടൈം ഡിഫറൻ്റ് ആക്കി തന്നു. കണ്ടോ? t/3 ടൈമിൽ v1 സ്പീഡിലും 2t/3 ടൈമിൽ v2 സ്പീഡും. കണ്ടോ? t/3 ടൈമിൽ v1 സ്പീഡും 2t/3 ടൈമിൽ v2 സ്പീഡും ആക്കി തന്നു. പറഞ്ഞ് മനസ്സിലായോ? എന്നിട്ട് ഫുൾ മോഷൻ്റെ, ദ ഹോൾ മോഷൻ്റെയും ആവറേജ് ചോദിച്ചു. അപ്പം നമ്മൾ ഇപ്പോഴും മോഷനെ 2 പീസാക്കി കട്ട് ചെയ്തില്ലേ? a to b ഒരു പാർട്ടും b to c സെക്കൻഡ് പാർട്ടും. അപ്പം സെക്കൻഡ് പാർട്ട് സിംപ്ലിഫൈ ചെയ്ത് ഒന്നിച്ചങ്ങ് v' എടുക്കണം. അപ്പം നേരത്തെ പോലെ തന്നെ ബി സി എടുക്കാം. ബി സിയുടെ ആവറേജ് സ്പീഡ് v' എന്ന് വെച്ചാൽ ടൈം ഡിഫറൻ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയേ? v1 t1 പ്ലസ് v2 t2 ബൈ t1 പ്ലസ് t2. ഓർമ്മയുണ്ടോ? നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതിയേ? v1 t1 പ്ലസ് v2 t2 ബൈ t1 plus t2. This was the equation for two unequal times traveled with unequal speed. Okay, engil v dash is equal to, how to write? We will write v1 into t by 3 plus v2 into 2t by 3 divided by t by 3 plus 2t by 3. ശരിയല്ലേ? ഓക്കെ, ഇതിനി ഇങ്ങോട്ട് ബാക്കി സോൾവ് ചെയ്യാൻ നമുക്ക് v ഡാഷ് ഇസ് ഈക്വൽ ടു, ഹൗ ടു റൈറ്റ്? ഇവിടെ എന്ത് കിട്ടി? v1/3 പ്ലസ് v2 ഇൻറ്റു 2/3, ഞാൻ t കോമൺ എടുത്തു, ഡിവൈഡഡ് ബൈ 1/3 പ്ലസ് 2/3 എത്ര കിട്ടും? 1 കിട്ടും. അപ്പം ഡിവൈഡഡ് ബൈ t. ടിയും ടിയും ക്യാൻസൽ ചെയ്താൽ v ഡാഷ് എത്ര കിട്ടി? v ഡാഷ് ബിക്കംസ് v1/3 പ്ലസ് 2v2/3. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? v ഡാഷ് ഇസ് ഈക്വൽ ടു v1 പ്ലസ് 2v2/3 എന്ന് എഴുതാം. കണ്ടോ? മനസ്സിലായോ? അപ്പം എനിക്ക് v ഡാഷ് കിട്ടി. എന്ത് കിട്ടി? v ഡാഷ്. v ഡാഷ് ഇസ് ഈക്വൽ ടു v1 പ്ലസ് 2v2/3. ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഒന്നുകൂടെ പറയട്ടെ മിസ്. അപ്പം നമ്മുടെ ബോഡി ബസ് എ ടു സി കവർ ചെയ്തു. ആദ്യത്തെ എസ് ഡിസ്റ്റൻസ് v1 സ്പീഡ്, ആദ്യത്തെ എസ് ഡിസ്റ്റൻസ് v സ്പീഡിലും ബാക്കിയുള്ള എസ് ഡിസ്റ്റൻസ് v1 v2 രണ്ട് ഡിഫറെൻറ്റ് സ്പീഡിൽ. എപ്പോൾ? t/3 സെക്കൻഡ്സിലും 2t/3 സെക്കൻഡ്സിലും. ശരിയല്ലേ? മൊത്തം ടൈമിൻ്റെ 1/3 പാർട്ടിൽ v1 സ്പീഡിലും മൊത്തം ടൈം ടിയുടെ 2/3 പാർട്ട് v2 സ്പീഡിലുമാണ്. അങ്ങനാണെങ്കിൽ ആവറേജ്, ദ ഹോൾ മോഷൻ്റെ ആവറേജ് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഫുൾ മോഷനെ 2ആയിട്ട് കട്ട് ചെയ്തു, രണ്ടാമത്തെ പാർട്ടിൻ്റെ ആവറേജ് എടുത്തു.
രണ്ടാമത്തെ പാർട്ടിൻ്റെ ആവറേജ് എന്ന് വെച്ചാൽ 2 unequal ടൈംസ് traveled with unequal speed. എന്തായിരുന്നു ഇക്വേഷൻ? v1 t1 പ്ലസ് v2 t2 ബൈ t1 പ്ലസ് t2. v1 ഇൻറ്റു t1 എന്ന് പറയുന്നത് t/3 പ്ലസ് v2 ഇൻറ്റു t2 എന്ന് പറയുന്നത് 2t/3 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2 എന്ന് വെച്ചാൽ t/3 പ്ലസ് 2t/3 ആണ്. ശരിയല്ലേ? ഇനി മുകളിലത്തേനകത്തുനിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് ടി കോമൺ എടുത്തു. ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ 1/3 പ്ലസ് 2/3 എത്ര? 1. അപ്പോൾ എത്ര കിട്ടും? താഴെ ടി മാത്രമേ ഉള്ളൂ. ടിയും ടിയും കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ v1/3 പ്ലസ് 2v2/3 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അതെങ്ങനെ എഴുതി? v1 പ്ലസ് 2v2/3 എന്ന് എഴുതി. ശരിയല്ലേ? എന്തെഴുതി? v1 പ്ലസ് 2v2/3. ഇനി ഈ വി ഡാഷും, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആവറേജ് ആണ് നമുക്ക് വി ഡാഷ് കിട്ടിയത്. ശരിയല്ലേ? ആവറേജ് ആണ് വി ഡാഷ് കിട്ടിയത്. ഈ വി ഡാഷും വിയും കൂടെ ഒന്നാക്കണം. അപ്പം സ്ഥലമില്ലല്ലോ, നമുക്കൊരു സ്ലൈഡും കൂടെ യൂസ് ചെയ്യാം. 5th സ്ലൈഡും അത് തന്നെ കേട്ടോ. ദ സെയിം തിങ് ആണ്. എ ബസ് കവേഴ്സ്. അപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യന് ഒരുപാട് സ്ഥലം വേണം, അതുകൊണ്ട് ഇതാണ് രണ്ടാമതെടുത്തു. സോ ഇത് വി ആണ്. ഇതെത്ര കിട്ടി? വി ഡാഷ് കിട്ടി. വി ഡാഷ് എത്ര ആയിരുന്നു? ഒന്ന് നോക്കി എഴുതാം. v1 പ്ലസ് 2v2/3 എന്ന് കിട്ടി അല്ലേ? ഒന്നുകൂടെ നോക്കാം നമുക്ക്. v1 പ്ലസ് 2v2/3 എന്ന് കിട്ടി. ശരിയല്ലേ? ഓക്കെ, v1 പ്ലസ് 2v2/3. ഇനി ഹോൾ ആവറേജ് എടുക്കാം, മൊത്തത്തിൻ്റെ ആവറേജ് എടുക്കാം. നൗ ഫ്രം എ ടു സി, നമ്മൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള കാര്യം പറയുവാ. എയിൽ നിന്ന് സി വരെയുള്ള ആവറേജ് എടുക്കാൻ പോവാം. The whole average, V average, is equal to 2 equal distance travelled with unequal speed. ഇക്വേഷൻ എങ്ങനെ വന്ന്? 2v1, നമ്മൾ നേരത്തെ പഠിച്ചത് 2v1 v2 ബൈ v1 പ്ലസ് v2. അതേപോലെ 2v ഡാഷ് ബൈ v പ്ലസ് v ഡാഷ്. ശരിയല്ലേ? ഓർ 2v ഡാഷ് എത്ര? ഇതാ കിടക്കുന്നു. v1 പ്ലസ് 2v2/3 divided by v plus v1 plus 2v2/3. ശരിയല്ലേ? ഡിനോമിനേറ്റർ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പം ന്യൂമറേറ്റർ അങ്ങനെ കിടക്കട്ടെ. v1 പ്ലസ് 2v2/3 ന്യൂമറേറ്റർ അങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് ഡിനോമിനേറ്റർ 3v പ്ലസ് v1 പ്ലസ് 2v2/3. ശരിയല്ലേ? ഇപ്പം ഇനി ഡിനോമിനേറ്റേഴ്സ് നമുക്ക് രണ്ടിടത്തും 3 കിടപ്പുണ്ട്, വെട്ടിക്കളയാമല്ലോ. ഇനി ബാക്കി എത്ര കിട്ടി? 2v ഇൻറ്റു v1 പ്ലസ് 2v2 ബൈ 3v പ്ലസ് v1 പ്ലസ് 2v2 എങ്ങനെ കിട്ടി? ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? Final answer is 2v into v1 plus 2v2/3v plus, okay, 3v plus v1 plus 2v2. Okay, this is the average of this bus. വലിയ ക്വസ്റ്റ്യൻ. ഇതിലും വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് വരില്ല. ഒരു പക്ഷേ ഈ v1ഉം v2ഉം v3ക്കൊക്കെ വാല്യൂ തരാം. 2 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് വാല്യൂ തരാം എന്നുള്ളതല്ലാതെ ഇതിലും ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് നമുക്ക് വരത്തില്ല. ഓക്കെ, അപ്പം മാക്സിമം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആവറേജ് സ്പീഡിലും ആവറേജ് വെലോസിറ്റിയിലും മനസ്സിലാക്കി. ചെയ്ത് നോക്കുമല്ലോ, എഴുതി നോക്കുമല്ലോ. മിസ് പറയുന്നത് കേട്ടാൽ പോരാ, എഴുതി പഠിക്കണം, എന്നാലേ പെർഫെക്റ്റ് ആവുള്ളൂ. ക്ലിയർ? ഓക്കെ, സോ ഇതുവരെ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുവാണ്. ഇന്നിപ്പം നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോയി. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ സ്പീഡും വെലോസിറ്റിയും പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സ്പീഡ് ആൻഡ് വെലോസിറ്റി ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്പ്. ദ ഫസ്റ്റ് വൺ ഈസ് ആവറേജ്, അതാണ് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ദ സെക്കൻഡ് വൺ ഈസ് ഇൻസ്റ്റന്റേനിയസ്, രണ്ടാമത്തേൻ്റെ പേരെന്താണ്? ഇൻസ്റ്റന്റേനിയസ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും പഠിക്കണം. Okay, so we are going to the next one,
ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നാണ് ഹെഡിങ്. ശരിയല്ലേ? സോ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് ടൈപ്പ്. നമ്മൾ രണ്ടാമത്തെ ടൈപ്പിലോട്ട് എൻട്രി ചെയ്തു. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എടുക്കുക. എന്താ ഇൻസ്റ്റൻറ്റേനിയസ്? നമ്മളോട് ഒരാൾ ചോദിക്കുക ഇൻസ്റ്റൻറ്റേനിയസ് എന്താണ്? നേരത്തെ നമ്മൾ ആവറേജാണ് പഠിച്ചത്. ആവറേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ ട്രിപ്പിൻ്റെ ആവറേജ്, ഫുൾ മോഷനെയും എടുത്തപ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുന്നതെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഫുൾ മോഷൻ വേണ്ട, ആ ഒരു പർട്ടിക്കുലർ ടൈമിലെ സ്പീഡ് വേണം, അല്ലേ? ദ സ്പീഡ് ഓഫ് എ ബോഡി അറ്റ് തേർഡ് സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡിലെ സ്പീഡ് എനിക്ക് വേണം, അല്ലെങ്കിൽ അഞ്ചാമത്തെ സെക്കൻഡിലെ സ്പീഡ് വേണം. എനിക്ക് മൊത്തം 5 സെക്കൻഡ്സ് കൊണ്ട് എത്ര സ്പീഡ് കിട്ടി കാണണ്ട, അത് ആവറേജ് ആയിരുന്നു. മൊത്തം 5 സെക്കൻഡ്സ് കൊണ്ട് എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ അത് ആവറേജും, അഞ്ചാമത്തെ സെക്കൻഡിലെ സ്പീഡ് എത്ര ചോദിച്ചാൽ അതെന്താ? ഇൻസ്റ്റൻറ്റേനിയസും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം വേണം, അന്നേരമുള്ള സ്പീഡ് എടുത്താൽ അതിനെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അന്നേരമുള്ള വെലോസിറ്റി എടുത്താൽ എന്ത് വിളിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നും. അപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് ആദ്യമേ പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. കണ്ടോ, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഫസ്റ്റ് സെക്കൻഡിലെ സ്പീഡ് എത്ര? 5th സെക്കൻഡിലെ സ്പീഡ് എത്ര? 10th സെക്കൻഡിലെ സ്പീഡ് എത്ര? ഓക്കെ, അഞ്ചാമത്തെ സെക്കൻഡിലെ സ്പീഡ് എത്ര? ഇങ്ങനെ പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഇൻസ്റ്റൻറ്റേനിയസ്. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മൾ ഇനി ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടുപിടിക്കാൻ പോവാം. നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, അതിന് അവർ അടുത്ത ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിന് മുമ്പ് ഇത്തിരി പഠിക്കാം. സപ്പോസ് എൻ്റെ ബോഡി എയിൽ നിന്ന് ബിയിലോട്ട് ഒരു 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു. എത്ര സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു? 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു. എൻ്റെ ബോഡി എയിൽ നിന്ന് ബിയിലോട്ട് എത്ര സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു? 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു. എങ്കിൽ ഈ 10 സെക്കൻഡ്സ് കൊണ്ട് ഇയാൾ ഇത്രയും സ്പീഡ്, ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇത്രയും സ്പീഡൊക്കെ കിട്ടി. ഞാൻ ചോദിച്ചത് ഇയാൾ അഞ്ചാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു? ഇയാൾ അഞ്ചാമത്തെ സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നാണെങ്കിൽ, അപ്പം മൊത്തം 10 സെക്കൻഡ്സ് കൊണ്ട് ഇയാൾ ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തു. അതെടുത്താൽ നമ്മൾ ആവറേജ് എന്നാ വിളിക്കുക. അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? മൊത്തം 10 സെക്കൻഡ്സിലുള്ള കാര്യം ചോദിച്ചാൽ അത് ആവറേജാണ്. ശരിക്കും ആവറേജ് നമ്മൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് അപ്പം ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് കാണിക്കും. മൊത്തം ഡെൽറ്റ റെഫേഴ്സ് ടു ദ ടോട്ടൽ ചേഞ്ച് ആണ്. ഡെൽറ്റ നമ്മൾ എന്തിനാ കാണിക്കുന്നത്? ടോട്ടൽ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെൽറ്റ ഇടുന്നത്. അപ്പം ടോട്ടൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അപ്പം ടോട്ടൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ. അത് ഫുൾ മോഷൻ ആവറേജിനാണ് നമ്മൾ ഡെൽറ്റ ഇട്ട് ഈ പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ പറയായിരുന്നു? വി ആവറേജ് അല്ലേ? അപ്പോൾ വി ആവറേജ് മേ ബി ടേക്കൺ ആസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? എനിക്ക് മൊത്തം വേണോ? എനിക്ക് മൊത്തം വേണ്ട. ഇതിൽ നിന്ന് അഞ്ചാമത്തെ സെക്കൻഡിൻ്റെ മാത്രം മതി നമുക്ക്. ശരിയല്ലേ? 5th സെക്കൻഡിൻ്റെ മാത്രം മതി. ഇങ്ങനെ കണ്ടുപിടിക്കും. 5th സെക്കൻഡിൻ്റെ കണ്ടുപിടിക്കാൻ നമുക്ക് മാത്സിലെ ഒരു ഹെൽപ്പ് വേണം. എന്ത് വേണം? മാത്സിൻ്റെ ഹെൽപ്പ്. ദാറ്റ് ഈസ് ഈ അഞ്ചാമത്തെ സെക്കൻഡ് കണ്ടുപിടിക്കാൻ ഞാൻ ദാണ്ടെ ടൈം ഇൻ്റർവൽ അങ്ങ് കുറച്ചു. 0 to 10 സെക്കൻഡ്സ് എടുക്കുന്നതിന് പകരം ടൈം ഇൻ്റർവൽ കുറച്ച് ദാറ്റ് ഈസ് എൻ്റെ ബോഡി 0യിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഒരു 4.9 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കാം. ശ്രദ്ധിച്ചോണേ, 4.9 സെക്കൻഡ്സ് എൻ്റെ ബോഡി ട്രാവൽ ചെയ്തു. അതേപോലെ 10 സെക്കൻഡ്സ് വരെ പോകുന്നതിന് പകരം ഞാനൊരു 5.1 സെക്കൻഡ്സ് വരെയുള്ള മോഷൻ നോക്കി. എവിടുന്ന് എവിടം വരെ നോക്കി? ഫുൾ മോഷൻ നോക്കുന്നതിന് പകരം 4.9 സെക്കൻഡ്സും 5.1 സെക്കൻഡ്സിനും ഇടയ്ക്കുള്ള മോഷൻ നോക്കി. അപ്പോൾ അതും ആവറേജാ. 0 to 10 സെക്കൻഡ്സ് എടുക്കുന്നതിന് പകരം അത് ആവറേജ് ആണല്ലോ. ഞാൻ മറ്റൊരു ആവറേജ് എടുത്ത്. ഏത് ആവറേജ് എടുത്തു? 4.9 സെക്കൻഡ്സിൻ്റെയും 5.1 സെക്കൻഡ്സിൻ്റെയും കൂടെ ആവറേജ് എടുത്തു.
അതിൻ്റെ ആവറേജ് എടുത്താൽ എനിക്ക് 5th സെക്കൻഡിൻ്റെ സ്പീഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ 0 സെക്കൻഡ്സിൻ്റെയും 10 സെക്കൻഡ്സിൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ എനിക്ക് 5th സെക്കൻഡിൻ്റെ സ്പീഡ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത് 0 സെക്കൻഡ്സ് മുതൽ 10 സെക്കൻഡ്സ് വരെ ഉള്ളതിൻ്റെ ആവറേജ് എടുത്തിട്ട് 5 എനിക്ക് കിട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. എന്താ 0യുടെയും 10ൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ 5ാമത്തെ കിട്ടാതെ എന്നല്ലേ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചു, നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു എങ്കിൽ എനിക്ക് നിങ്ങളുടെ 5th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് വേണം. എനിക്ക് എന്ത് വേണം? നിങ്ങളുടെ 5th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് വേണം. ഉടനെ നിങ്ങൾ എനിക്ക് 1ാം ക്ലാസ്സിലെ മാർക്ക് റിപ്പോർട്ടും 10ാം ക്ലാസ്സിലെ മാർക്ക് റിപ്പോർട്ടിൻ്റെയും കൂടെ കോപ്പി ഇങ്ങോട്ട് എടുത്തിട്ട് പറയാം, മിസ് ആവറേജ് എടുത്തു, എൻ്റെ 5ാം ക്ലാസ്സിലേക്ക് കിട്ടുമെന്ന്. ശരിയാണോ? 1ൻ്റെയും 10ൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ എനിക്ക് 10ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ മാർക്ക് കിട്ടുമോ? എനിക്ക് 5ാം ക്ലാസ്സിലെ മാർക്കാണേ വേണ്ടുന്നേ. ഉടനെ നിങ്ങൾ 1st സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ കിട്ടിയ മാർക്കും തന്നോ, 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ കിട്ടിയ മാർക്കും തന്നോ. അതിൻ്റെ രണ്ടിൻ്റെ കൂടെ ആവറേജ് എടുത്തിട്ട് 5th സ്റ്റാൻഡേർഡിൽ എടുത്തോ മിസ്സേ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഒരിക്കലും അല്ലല്ലോ. അതേപോലെ 0 സെക്കൻഡ്സിൻ്റെയും 10 സെക്കൻഡ്സിൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ എനിക്ക് 5th സെക്കൻഡ് കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ഓക്കെ, പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? ഈ 0 മുതൽ 10 വരെ എടുക്കുന്നതിന് പകരം 4.9 സെക്കൻഡ്സിൻ്റെയും 5.1 സെക്കൻഡ്സിൻ്റെയും കൂടെ ആവറേജ് എടുത്തു. ആരുടെ ആവറേജ് എടുത്തു? 4.9 സെക്കൻഡ്സിൻ്റെയും 5.1 സെക്കൻഡ്സിൻ്റെയും കൂടെ ആവറേജ് എടുത്തു. അങ്ങനാണെങ്കിൽ എനിക്ക് എന്തിനുള്ള ചാൻസ് കൂടി? 5th സെക്കൻഡിൽ തന്നെയുള്ള സ്പീഡ് കിട്ടാനുള്ള ചാൻസ് കൂടി. ശരിയല്ലേ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 4.99 സെക്കൻഡിൻ്റെയും 5.01 സെക്കൻഡിൻ്റെയും കൂടെ ആവറേജ് ഒന്ന് എടുത്തേ. അപ്പോൾ എന്തിനുള്ള ചാൻസ് പിന്നെയും കൂടി? 5th തന്നുള്ള സ്പീഡ് കിട്ടാനുള്ള ചാൻസ് പിന്നെയും കൂടി. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, 0 to 10ൻ്റെ ആവറേജ് എടുത്താൽ 5th കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ 4.9 സെക്കൻഡ്സിൻ്റെയും 5.1 സെക്കൻഡ്സിൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ 5th കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കൂടി. എങ്കിൽ 4.99 സെക്കൻഡ്സിൻ്റെയും 5.01 സെക്കൻഡ്സിൻ്റെയും കൂടെ ആവറേജ് എടുത്താലോ 5th കിട്ടാനുള്ള ചാൻസ് പിന്നെയും കൂടി. ശരിയല്ലേ? പറഞ്ഞ മനസ്സിലായോ? എന്ന് വെച്ചാൽ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കാനും ആവറേജ് ആണ് നമ്മൾ എടുത്തത്. പക്ഷെ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താ? ടൈം ഇൻ്റർവെൽ കൂടാൻ പാടില്ല. ടൈം ഇൻ്റർവെൽ കുറഞ്ഞ് എത്രത്തോളം അടുത്തടുത്ത് കിടക്കാവോ? മനസ്സിലായോ? ഡെൽറ്റ ടി എന്ന് പറയുന്ന ടോട്ടൽ ടൈം ഇൻ്റർവെൽ കുറഞ്ഞ് എത്രത്തോളം അടുത്തോട്ട് കിടക്കാവോ അത്രത്തോളം ആവറേജ് എന്തായിക്കൊണ്ടേയിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് ആയിക്കൊണ്ടേയിരിക്കും. വന്നോ? ഫീൽ ചെയ്തോ? എന്താണ് നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? വൺസ് മോർ ഒന്നും കൂടെ പറയട്ടെ. നമുക്ക് ഇറേസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവും. ശ്രദ്ധിച്ചോണേ. നമ്മുടെ ബോഡി ഒരു 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു. 0 സെക്കൻഡ്സ് മുതൽ 10 സെക്കൻഡ്സ് വരെ ട്രാവൽ ചെയ്തു. ഓക്കെ, ഫുൾ എടുത്താൽ ആവറേജ് കിട്ടും, അതെനിക്കറിയാം. നമ്മളോട് പക്ഷെ ചോദിച്ചത് എൻ്റെ ബോഡി 5th സെക്കൻഡിലെ ട്രാവൽ ചെയ്ത സ്പീഡ് എന്താ? അതാണല്ലോ ഇൻസ്റ്റൻറ്റേനിയസ്. ദ സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലെ സ്പീഡിൻ്റെ പേരാണെന്ത്? ഇൻസ്റ്റൻറ്റേനിയസ്. അപ്പോൾ 5ാമത്തെ സെക്കൻഡിലെ സ്പീഡ് എനിക്ക് വേണം, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എനിക്ക് വേണം. ഓക്കെ, പക്ഷേ ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് 0യുടെയും 10ൻ്റെയും കൂടെ ആവറേജ് എടുക്കാൻ നോക്കി. ശരിയല്ലേ? അപ്പം നമ്മൾ 0 + 10/2 എന്ന് എടുത്താൽ 5 കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരിക്കലും പ്രാക്ടിക്കലി അത് കറക്റ്റ് ആവുമോ? നിങ്ങളോട് ഞാൻ 1st സ്റ്റാൻഡേർഡിൻ്റെയും 10th സ്റ്റാൻഡേർഡിൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ 5th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് കിട്ടുമോ? കിട്ടത്തില്ല ഒരിക്കലും. ശരിയല്ലേ? അതേപോലെ 0 സെക്കൻഡ്സിൻ്റെയും 10 സെക്കൻഡ്സിൻ്റെയും കൂടെ ആവറേജ് എടുത്താൽ എനിക്ക് 5th കിട്ടണം എന്ന് നിർബന്ധമല്ലോ ഉണ്ടോ? ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ ഒരിക്കലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്ത് നോക്കണേ?
4.9 സെക്കൻഡിൻ്റെയും 5.1 സെക്കൻഡിൻ്റെയും കൂടെ ആവറേജ് എടുക്കാൻ നോക്കി. കൊള്ളാം. 4.9ൻ്റെയും 5.1ൻ്റെയും ആവറേജ് എടുത്താൽ എനിക്ക് 5th സെക്കൻഡിൻ്റെ സ്പീഡ് കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കൂടി. എങ്കിൽ 4.99 സെക്കൻഡ്സിൻ്റെയും അതങ്ങ് അടുത്ത് വന്നു, കണ്ടോ, ഇവിടെ എത്തി. 5.01 സെക്കൻഡ്സിൻ്റെയും കൂടെ ആവറേജ് എടുത്താലോ, കണ്ടോ, ഇവിടെ ഇരിക്കും അത്. പിന്നെയും എന്തിനുള്ള ചാൻസ് കിട്ടി? ഇതിൻ്റെ ആവറേജ് എടുത്താൽ 5th തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടി. ശരിയല്ലേ? അങ്ങനെ ടൈം ഇൻ്റർവെൽ കുറച്ച് കൊണ്ടുവന്നിട്ട് ആവറേജ് എടുത്താൽ നമ്മൾ എവിടെ എത്തും? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൽ എത്തുമെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലായത്. ശരിയല്ലേ? അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടുപിടിക്കാനും ക്ലിയർ ആയോ? ഇപ്പം മനസ്സിലായി. ആവറേജ് തന്നെ എടുത്താൽ മതി. എന്ത് തന്നെ എടുത്താൽ മതി? ആവറേജ് എങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് കാണിക്കാമെന്ന്? ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഈസ് ദ റെപ്രസെൻറ്റേഷൻ. ശരിയല്ലേ? പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കണം ആ പ്രത്യേകത? ഇവിടുത്തെ ഡെൽറ്റ ടി കുറഞ്ഞ് നമ്മുടെ ലിമിറ്റേഷൻ, ആവറേജ് എടുക്കുമ്പോഴുള്ള ലിമിറ്റേഷൻ എന്താ? ഡെൽറ്റ ടി കുറയണം. കുറഞ്ഞ് അയാൾ എങ്ങോട്ട് പോകണം? കുറഞ്ഞ് ഏകദേശം 0യുടെ അടുത്തോട്ട് എത്തണം. 0 to 10 സെക്കൻഡ്സ് എന്ന് പറഞ്ഞ ആ ടൈം ഇൻ്റർവെൽ കുറഞ്ഞ് 4.9ഉം 5.1ഉം ആക്കി. പിന്നെയും കുറച്ച് 4.99ഉം 5.01ഉം ആക്കി. ഇത്തിരിയും കൂടെ കുറച്ചാൽ പിന്നെയും കൊള്ളാം. 4.99 സെക്കൻഡിൻ്റെയും 5.001 സെക്കൻഡിൻ്റെയും ആവറേജ് എടുത്തേ. ഇത്തിരിയും കൂടെ ബെറ്റർ. ശരിയല്ലേ? പിന്നെയും നമ്മൾ എങ്ങോട്ട് എത്തുക? അപ്പം ഡെൽറ്റ ടി എന്ന് പറയുന്ന ആള് കുറഞ്ഞ് ഏകദേശം 0യുടെ അടുത്തോട്ട് എത്തുന്നതനുസരിച്ച് ആവറേജ് എന്തായിക്കൊണ്ടിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ്. ക്ലിയർ? പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പം ഇനി നമുക്ക് ഇക്വേഷൻ ഫോമിലോട്ട് എഴുതാം. ഓക്കെ, വൺസ് മോർ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാം. അപ്പോൾ എനിക്ക് വി ഇൻസ്റ്റൻറ്റേനിയസ് ആണ് വേണ്ടുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ് വേണ്ടുന്നത്. ശരിയല്ലേ? പക്ഷേ ഇൻസ്റ്റൻറ്റേനിയസ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മൾ ആവറേജ് തന്നെ എടുത്തു. എന്ത് തന്നെ എടുത്തു? ആവറേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി. ഈ ട്രയാങ്കിൾ എസ് എന്ന് വായിക്കല്ലേ, അത് ഡെൽറ്റ എസ് ആ, ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി. പക്ഷേ ഇങ്ങനെ എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് അവർ ലിമിറ്റേഷൻ? നമ്മുടെ ലിമിറ്റേഷൻ എന്താണെന്നറിയാവോ? ലിമിറ്റ് ആദ്യമേ പറയണം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡെൽറ്റ ടി നമ്മുടെ ലിമിറ്റേഷൻ, നമ്മുടെ പോരായ്മ നമ്മൾ ആദ്യമേ പറയണം. ആവറേജിൽ നിന്ന് ഇൻസ്റ്റൻറ്റേനിയസ് എടുത്തോളൂ എന്ന് നമ്മൾ പറഞ്ഞു. വന്നോ? പോയിന്റിലോട്ട് എത്തിയോ? ഫീൽ ചെയ്തോ? ആവറേജിൽ നിന്ന് ഇൻസ്റ്റൻറ്റേനിയസിലോട്ട് എത്താം നമുക്ക്. ആവറേജിൽ നിന്ന് ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടുപിടിച്ചോളൂ. പക്ഷേ എൻ്റെ പോരായ്മ എനിക്ക് ആദ്യമേ പറയണ്ടേ? വാട്ട് ഈസ് മൈ ലിമിറ്റേഷൻ? ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവെൽ കുറഞ്ഞിരിക്കണം. എത്രത്തോളം കുറഞ്ഞിരിക്കണം? എത്രത്തോളം കുറയാവോ അത്രത്തോളം കുറഞ്ഞിരിക്കണം. ശരിയല്ലേ? അങ്ങനെ കുറഞ്ഞ് ഏകദേശം 0യുടെ അടുത്തോട്ടെത്തി. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുത്തോളൂ. ദാറ്റ് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഉറപ്പായിട്ടും അതെന്തായിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? സോ ഹൗ ടു ടേക്ക് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ? നമ്മൾ എങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് എടുക്കണം? ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ആരോ എന്ന് പറയരുത്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡെൽറ്റ ടി അങ്ങ് പോവാ. എങ്ങോട്ടാ? 0യുടെ അടുത്തോട്ട് അങ്ങ് പോയി. ശരിയല്ലേ? അത്രയ്ക്ക് കുറഞ്ഞു. എന്നിട്ട് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എടുത്തോളൂ. ദാറ്റ് വിൽ ബി എന്ത്? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം നമുക്കൊന്നും കൂടെ എഴുതാം. ഒന്ന് മായ്ച്ചേച്ച് ഒന്നും കൂടെ എഴുതാം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? വി ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് ടേക്കൺ ദ ആവറേജ്, അല്ലേ? ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി. പക്ഷെ അത് എഴുതുന്നതിന് മുമ്പേ നമ്മുടെ ലിമിറ്റേഷൻ നമുക്ക് പറയണം. വാട്ട് ഈസ് അവർ ലിമിറ്റേഷൻ? ലിമിറ്റ്. എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്തായിരിക്കണം? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അപ്പോൾ എങ്ങനെ വേണം എഴുതാൻ? വി ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആയോ? എൻ്റെ കൂടെ പറ.
V instantaneous speed is equal to limit delta t tends to 0 delta s by delta t. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇത്രയും നമ്മൾ എഴുതിയില്ലേ, ഈ ഫുൾ കാര്യം മാത്സുകാരോട് ചോദിച്ചാൽ അവർ പെട്ടെന്ന് പറഞ്ഞുതരും. ഇത്രയും എഴുതണ്ട, അതിനെ നിങ്ങൾ ds/dt എന്ന് എഴുതിക്കോളൂ. എന്തെന്ന് എഴുതിക്കോളൂ? ഇനി മാത്സുകാരുടെ ഹെൽപ്പ്. നമുക്ക് ഈ കൊച്ചു ടൈം ഇൻ്റർവെലിൻ്റെ ആവറേജ് എടുക്കാൻ അറിയില്ലല്ലോ. എടുക്കാമെന്നാലും പറഞ്ഞോളൂ, പക്ഷെ എടുക്കാൻ അറിയില്ല. അതറിയാം ആർക്കാ? മാത്സുകാർക്ക്. ഉടനെ നമ്മൾ മാത്സുകാരോട് ചോദിച്ചു ഇതെങ്ങനെ നമ്മൾ ഇത് ഈ കൊച്ചു ടൈം ഇൻ്റർവെലിൻ്റെ ആവറേജ് എടുക്കും. ഉടനെ അവർ നമുക്ക് പറഞ്ഞു തരുക, നിങ്ങൾ പേടിക്കണ്ട, എന്ത് ചെയ്താൽ മതി, ഈ എഴുതി വെച്ചേക്കുന്ന ഫുൾ കാര്യമല്ലേ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഈ ഫുൾ കാര്യം, അത് എഴുതാൻ നമ്മൾ അങ്ങനെ എടുത്തോളൂ. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാ. V ഇൻസ്റ്റൻറ്റേനിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ds/dt എടുത്താൽ മതി. ഇതാര് പറഞ്ഞു തന്നതാ? മാത്സുകാർ. എന്നിട്ട് ds/dt എടുക്കുക എന്ന് വെച്ചാൽ അത് dsനെ dt വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നല്ല അതിൻ്റെ മീനിങ്. അത് മാത്സിലെ മറ്റൊരു ഓപ്പറേറ്ററാണ്. എന്ന് വെച്ചാൽ ആരാ? ദാറ്റ് ഈസ് നമ്മൾ 2ഉം 3യുടെയും ഇടയ്ക്കൊരു പ്ലസ് ഇട്ടാൽ, 2യുടെയും 3യുടെയും ഇടയ്ക്കൊരു പ്ലസ് ഇട്ടാൽ അഡീഷൻ എന്നല്ലേ അർത്ഥം, അല്ലേ? 3 2ൻ്റെ ഇടയ്ക്കൊരു മൈനസ് ഇങ്ങനെ ഇട്ടാൽ അതിൻ്റെ അർത്ഥം സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലേ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. 3ക്കും 2നും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഈ സിമ്പിൾ ഇട്ടാൽ ഒട്ടനെ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ, അല്ലേ? 3യും 2നും ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ഇട്ടാലോ നിങ്ങൾക്കറിയാം ഡിവിഷൻ. ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലേ. അതേപോലെ dy/dt എടുത്താൽ സ്മോൾ ഡി ഇട്ടൊരു ഡിവിഷൻ പോലെ കാണിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഡിവിഷൻ, ഇറ്റ് ഈസ്, ഇനി നോക്കിയേ മിസ് വരയ്ക്കുന്നത് നോക്കിയേ, ഡിഫറൻസിയേഷൻ ഓർ ഡെറിവേഷൻ. മാത്സിലെ മറ്റൊരു ഓപ്പറേഷനാണ് കോൾഡ് ആസ് ദ ഡിഫറൻസിയേഷൻ ഓർ ഡെറിവേറ്റീവ്. ഓഹ്, ഇഷ്ടപ്പെട്ടില്ല. കൊച്ചു ക്ലാസ്സിലെ 3യും 2ഉം കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. കുഞ്ഞു ക്ലാസ്സിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ LKG UKGയിൽ 3യും 2ഉം കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം നമുക്ക് അറിയത്തില്ലായിരുന്നു ആഡ് ചെയ്യാൻ. ഇത്രയും കൂടെ വലുതായി 2nd 3rd ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ 10/5 ഇങ്ങനെ എഴുതിയപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അറിഞ്ഞൂടാന്നല്ല, അന്നറിഞ്ഞൂടായിരുന്നു, ഇപ്പം അറിയാം, പക്ഷെ അന്ന് ഇഷ്ടപ്പെട്ടില്ല. 10നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ മിസ്സിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന് 10 എടുക്കുക, ഇങ്ങനെ വരയിടുക, ഇവിടെ 5 ഇടുക, എന്നിട്ട് 5യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. 5 × 1 5, 5 × 2 10 എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്സ് പറഞ്ഞു മുകളിൽ 2 ഇടണം, താഴെ 10 ഇടണം, പിന്നെ 0 ഇടണം, ഇങ്ങനെ അല്ലേ. ഇത് പഠിച്ചപ്പോഴും അന്ന് ഇഷ്ടപ്പെട്ടു, ഇപ്പം നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അന്ന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, ശരിയല്ലേ? അതേപോലെ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്താണിത് എന്ന് തോന്നിച്ചെങ്കിലും എന്തോന്ന് പുതിയൊരു ടേം ഡിഫറൻസിയേഷൻ. മാത്സ് പഠിക്കുന്നവർ പഠിക്കും, അല്ലേ? മാത്സുകാർക്കറിയാം. ഓക്കെ, അപ്പം ഡിഫറൻസിയേഷൻ ഇത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് പറയേണ്ട, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ടൈം ഡെൽറ്റ ടി കുറച്ച് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. ഡെൽറ്റ ലിമിറ്റൊക്കെ കൊടുത്ത് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നൊക്കെ പറഞ്ഞു. ഡെൽറ്റ s/ഡെൽറ്റ ടി ഒക്കെ എഴുതിക്കോളൂ. പക്ഷെ ഇത് സിമ്പിളായിട്ട് ആര് പറഞ്ഞു തരും? മാത്സിലെ ഡിഫറൻസിയേഷൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പം ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താ? ദ ബെസ്റ്റ് വേ, ഓക്കെ, എന്താണ്? ടു ടേക്ക് ദ ഡിഫറൻസിയേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ എന്തെടുക്കും? ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്. രണ്ടും ഒരു വേർഡാണ്, ഒരേ മീനിങ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുക, രണ്ടും ഒന്നർത്ഥം. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം. ആരെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒന്നുകൂടെ കൂടെ പറയാം മിസ്സിൻ്റെ കൂടെ, ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആരെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പണ്ട് ഈ പറഞ്ഞതുപോലെ 10/5 എന്ന് പറഞ്ഞില്ലേ, 10നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആരെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം? ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം.
ക്ലിയർ? മനസ്സിലായോ? അപ്പം ബോർഡ് നമുക്കൊന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം. ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്കൊന്നുകൂടെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ എന്താ പറഞ്ഞേ? വി വാണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ശരിയല്ലേ? നമുക്ക് എന്ത് വേണമായിരുന്നു? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് വേണം. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു? ആവറേജ് എടുത്തുള്ളൂ. പക്ഷേ ആവറേജ് എടുക്കുമ്പോൾ ആദ്യമേ നമ്മുടെ പോരായ്മ നമ്മൾ പറയണം, ലിമിറ്റേഷൻ പറയണം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി എന്ന് എടുത്തോളാം, അല്ലേ? ഇങ്ങനെ എഴുതിക്കോളാം പറഞ്ഞു. പക്ഷേ ഇത് എളുപ്പമാണ്, ഇങ്ങനെയൊക്കെ എഴുതാൻ എളുപ്പമാണ്. പക്ഷേ ഇത്രയും എങ്ങനെ കണ്ടുപിടിക്കും? ഈ വളരെ ചെറിയ ടൈം ഇൻ്റർവെലിൻ്റെ ആവറേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്സുകാർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയൊന്നും വേണ്ട, അങ്ങനെ എഴുതിക്കോ, പക്ഷേ ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. വി ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു, ഓക്കെ, എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ഡി എസ് ബൈ ഡി ടി. കണ്ടോ? ആൻഡ് ഇങ്ങനെ എഴുതിയാൽ പിന്നെ അത് ഡിവിഷൻ ആണോ? അല്ല. പിന്നാരാ? ഡിഫറൻസിയേഷനാ. കണ്ടോ? അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. എന്നിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്ക്? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻഷ്യൽ ഓഫ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. നമ്മളിങ്ങനെ പറയുക, instantaneous speed is the differential of or derivative of displacement with respect to time. മനസ്സിലായോ? അപ്പം എൻ്റെ കൂടെ പറ, വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്? നമ്മൾ ആദ്യമേ എങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് പറഞ്ഞത്? ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. ശരിയല്ലേ? ഒരു പാർട്ട് 5th സെക്കൻഡിൽ വേണം, നിർബന്ധം. നമുക്ക് 5th സെക്കൻഡിലെ സ്പീഡ് തന്നെ വേണം. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാൻ എന്തെടുക്കാം? ആവറേജ് എടുക്കാം. പക്ഷേ ആവറേജ് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? ആവറേജ് ആണ് നമ്മൾ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി ഇട്ട് കാണിക്കുന്നത്. പക്ഷേ ആവറേജ് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? ആവറേജ് എടുക്കുമ്പോൾ എൻ്റെ ടൈം ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം ഇൻ്റർവെൽ കുറച്ച് എത്രത്തോളം അടുപ്പിക്കാവോ അത്രത്തോളം അടുത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ ആവറേജിന് മുന്നേ നമ്മൾ എന്ത് കാണിക്കണം? ഇൻസ്റ്റൻറ്റേനിയസ് പറയാൻ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഹൗ ദിസ് ഈസ് റൈറ്റ്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി. അല്ലേ? അങ്ങനെ എഴുതിക്കോ. പക്ഷെ നമ്മൾ എങ്ങനെ പറയണം? മാത്സുകാർ പറഞ്ഞു, ഇത് ഇത്രയൊന്നും എപ്പോഴും പറയണ്ട, ഇതിന് പകരം എന്ത് ചെയ്താൽ മതി? ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഇസ് ദ ഡിഫറൻഷ്യൽ ഓർ ഡെറിവേറ്റീവ് ഓഫ്, ഡിഫറൻഷ്യലും ഡെറിവേറ്റീവ് ഒന്നാണേ, ഡിഫറൻഷ്യൽ ഓഫ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, മനസ്സിലായോ? ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡിഫറൻഷ്യൽ ഓർ ഡെറിവേറ്റീവ്, രണ്ടും പറയാം, ഏത് വേണമെങ്കിലും പറയാം കേട്ടോ. ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നോ ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നോ പറയാം. മനസ്സിലായോ? ഹൗ ടു ടേക്ക്? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിനെ കുറിച്ചാണ്, ശരിയല്ലേ? എങ്കിൽ വാട്ട് വിൽ ബി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? എന്തായിരിക്കും? അത് തന്നെ, ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ചേർക്കണം, ശരിയല്ലേ? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ. നമുക്കിപ്പോൾ അറിയാം കാര്യങ്ങൾ. ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അല്ലേ? അപ്പം നമ്മൾ അതും എങ്ങനെ തന്നെ കണ്ടുപിടിക്കുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണെങ്കിലും വി തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്? വി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇതെന്തുവാ? ഇൻസ്റ്റൻറ്റേനിയസ്. കറക്റ്റായിട്ട് എഴുതാം അല്ലേ? സോ വി ഇൻസ്റ്റൻറ്റേനിയസ് is also equal to instantaneous velocity is also equal to limit delta t tends to 0 delta s by delta t. ശരിയല്ലേ? which is taken as ds by dt. ഇത് മാത്സുകാരൻ നമുക്ക് എങ്ങനെ പറഞ്ഞു തരും? നമുക്ക് ds by dt. അപ്പോൾ എങ്ങനെയും ഡിഫൈൻ ചെയ്യാം? Instantaneous velocity is the differential of or
derivative of the displacement with respect to time. Instantaneous velocity is the differential or derivative of displacement with respect to time. ശരിയല്ലേ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ആണെങ്കിലും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആണെങ്കിലും നമുക്ക് ഒരുപോലെ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ബൈ ടേക്കിംഗ് ഡിഫറൻഷ്യൽ ഫോം എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ശരിയല്ലേ? ഇനി എങ്ങനെ ഡിഫറൻഷ്യൽ ഫോം എടുക്കും? അതറിയാമോ നമുക്ക്? ഹൗ ടു ടേക്ക് ദിസ് ഡിഫറൻസിയേഷൻ? പണ്ട് ഡിവിഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പം ഡിഫറൻസിയേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ? പക്ഷെ പഠിക്കാമല്ലോ. അതിനെന്താ പാട്? മാത്സുകാർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിഫറൻസിയേഷനിൽ പറഞ്ഞുതരും കേട്ടോ. പക്ഷേ അത് നമ്മൾ മാത്സിൽ പഠിക്കും. ഡിഫറൻസിയേഷൻ ഒരു ഫുൾ ചാപ്റ്ററാണ്. ഈ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് കാൽക്കുലസ് എന്ന് പറയുന്ന മാത്സിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അതിൽ ഡിഫറൻസിയേഷനും വരും, ഇൻറ്റഗ്രേഷനും വരും. എങ്കിൽ അന്നേരം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിഫറൻസിയേഷൻ പഠിക്കുമ്പം ഇപ്പം നമുക്ക് നമ്മുടെ ഫിസിക്സിന് ആവശ്യമുള്ള ഡിഫറൻസിയേഷൻ ജസ്റ്റ് പറഞ്ഞു പോകാം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞാനൊരു ഇക്വേഷൻ തരട്ടെ, വളരെ സിമ്പിളായിട്ട് ഹൗ ടു ഡിഫറൻഷിയേറ്റ് എന്ന് അറിയിക്കാൻ വേണ്ടി ഞാനൊരു ഇക്വേഷൻ തരുക. ഞാനൊരു ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു 5t³ മൈനസ് 3t² പ്ലസ് 4t പ്ലസ് 8 ഇങ്ങനൊരു ഇക്വേഷൻ ഞാൻ തരട്ടെ. ഇതെന്താ? ഇതാ ഡിഫറൻഷ്യൽ ഫോമിലോട്ട് കൊണ്ടുവരുന്ന ഇക്വേഷൻ. നമുക്ക് നോക്കാം. ടൈം അനുസരിച്ച് മാറുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതെന്താ? എസ് ഇസ് ഈക്വൽ ടു 5t³ മൈനസ് 3t² പ്ലസ് 4t പ്ലസ് 8 എന്ന് പറയുന്നൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എനിക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാം. വി ഹാവ് ടു ടേക്ക് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റൻറ്റേനിയസ് എടുക്കണം. അപ്പോൾ എന്തെടുക്കാനാണ് പറഞ്ഞേ? ds/dt. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കോടെ, ശ്രദ്ധിച്ചോണേ. d/dt ഓഫ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ എത്ര? 5t³ മൈനസ് 3t² പ്ലസ് 4t പ്ലസ് 8 ഇതല്ലേ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്? ശരിയല്ലേ? അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനെ നമ്മൾ നമ്മുടെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. വെരി സിമ്പിളായിട്ട് മിസ് പറഞ്ഞു തരട്ടെ. അപ്പോൾ ഇതിനകത്ത് 4 ടേംസ് ഉണ്ട്. ഒന്ന് 5t³, രണ്ടാമത്തത് 3t², മൂന്നാമത്തത് 4t, പിന്നെ 8 അല്ലേ? അതിൽ 5t³ ഇങ്ങോട്ട് എടുക്കാം. വി ആർ ടേക്കിംഗ് 5t³. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം d/dt ഓഫ് 5t³ എടുക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാമോ? ടിയുടെ പവർ എത്ര? 3. അപ്പം 3 ഇൻറ്റു പവർ ഇൻറ്റു നമ്പർ എടുക്കണം. പവർ ഇൻറ്റു നമ്പർ എടുത്തു. 3 ഇൻറ്റു 5 എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഒരു പവർ കുറയും, t². പവർ ഇൻറ്റു നമ്പർ, പവർ ഒന്ന് കുറച്ച് എഴുതണം. ടിയുടെ പവർ 3, വേരിയബിൾ ടി അല്ലേ, ടൈം അല്ലേ ഇവിടെ 1 2 3 4 5 6 7 സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് കൂടുന്നത്. അപ്പം വേരിയബിൾ ടിയാ. ടി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പവർ 3 പവർ ഇൻറ്റു നമ്പർ 3 ഇൻറ്റു 5 ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്തു, പവർ ഒന്ന് കുറഞ്ഞു, t². t³ ആയിരുന്നു, t² ആയി. അപ്പോൾ 5t³ ഡിഫറൻഷ്യൽ എത്ര കിട്ടി നമുക്ക്? പിന്നെ d/dt ഇടരുത്. d/dt ഇട്ടാൽ പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ 5t³ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ 3 ഇൻറ്റു 5 15 t². കണ്ടോ? പിന്നെ മൈനസ് ആ കിടക്കുന്നത്. അപ്പോൾ മൈനസ് ആയിട്ട് ഇട്ടു. ഇനി അടുത്തത് പറയാം. പവർ ഇൻറ്റു നമ്പർ 2 ഇൻറ്റു 3 6. പവർ ഒന്ന് കുറഞ്ഞു, t² ഉണ്ടായിരുന്നു, ഇപ്പോൾ t ഉള്ളൂ. പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. ടിയുടെ പവർ ഇപ്പോൾ എത്ര? 1 ഇൻറ്റു 4 t1 ഉള്ളായിരുന്നു, t⁻1 ഉള്ളായിരുന്നു, ഒന്ന് കുറഞ്ഞു, അപ്പം t⁻0 എന്ന് കിട്ടി. t⁻1 ആയിരുന്നു, അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞു, അപ്പോൾ എത്ര കിട്ടി? t⁻0. t⁻0 എത്ര? 1. അപ്പോൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? പ്ലസ്. ഇനി ലാസ്റ്റ് ആരാ കിടക്കുന്നത്? 8. ലാസ്റ്റിലെ 8നെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? 8ൻ്റെ കൂടെ t ഉണ്ടോ? 8ൻ്റെ കൂടെ t ഉണ്ടോ? ഉണ്ട്. ദേ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ t കാണും. 8ൻ്റെ കൂടെയും t ഉണ്ടായിരുന്നു, പക്ഷെ അത് എത്രയായിരുന്നു? t⁻0 ആയിരുന്നു. t⁻0 എത്രയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞേ? 1. ശരിയല്ലേ? t⁻0 എത്ര? 1. അപ്പോൾ ആ 1 ഇവിടെ കിടക്കുന്ന 8 ഇൻറ്റു 1 ഇവിടെ ഇല്ലേ? 8 എന്ന് വെച്ചാൽ 8 ഇൻറ്റു 1 എന്ന് എനിക്ക് പറഞ്ഞൂടെ? ആ 1 എന്ന് വെച്ചാൽ t⁻0.
അപ്പോൾ ഇയാളുടെ പവർ എത്ര? 0 into 8. 0 into 8 എന്ന് വെച്ചാൽ 0 കിട്ടും. വാട്ട് ഈസ് ദ ആൻസർ? അപ്പോൾ 5t³ നമുക്കൊന്നും കൂടെ പറഞ്ഞുതരാം. സോ എങ്ങനെയാണ് 5t³ മൈനസ് 3t² ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? എനിക്ക് പറഞ്ഞതാ ഹൗ ടു ഡിഫറൻഷ്യേറ്റ് എന്ന്. ക്ലിയർ ആയോ? വളരെ സിമ്പിളായിട്ട്. നമ്മൾ ബേസിക് ഇക്വേഷൻ ഒന്നും പഠിച്ചില്ല, പഠിക്കാതെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു തന്നു. ഹൗ ടു ടേക്ക് ഡിഫറൻഷ്യൽ ഫോം എടുക്കേണ്ടി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. പറഞ്ഞു തന്നു. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ds/dt ആണ്. അതായത് ഈ എസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 3 into 5 15 t². t³ ഉണ്ടായിരുന്നു, ഒന്ന് കുറഞ്ഞു, t². മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. പവർ 2 into 3 6. t² ആയിരുന്നു, ഒന്ന് കുറഞ്ഞു, t ആയി മാറി. പ്ലസ് എടുത്തു t⁻1 1 into 4 4. ഇനി t ഉണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെ എഴുതും t⁻0. t⁻0 എന്ന് വെച്ചാൽ എത്ര? 1 തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഇവിടെ 4 എന്നങ്ങ് എഴുതിയാൽ മതി അല്ലേ? പ്ലസ് ഇവിടെ 8 into t⁻0 ഉണ്ട്. അപ്പം 0 into 8 0. So what is the differential? 15t² minus 60 plus 4 is the differential. Okay, 15t² minus 60 plus 4 is the differential form. Clear? ഇത് ഇക്വേഷൻ ആയിട്ടൊക്കെ എഴുതി കാണിക്കും നമുക്ക്. ദാറ്റ് ഈസ് മാത്സുകാരോട് ചോദിച്ചാൽ അവരിങ്ങനെ ax⁻n ഡിഫറൻഷ്യൽ എത്ര? ഉടനെ അവർ പറയും n-നെ a വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് x⁻n-1. ഓക്കെ, അതാണ് നമ്മൾ ചെയ്തത്. പവർ ഇൻറ്റു നമ്പർ, പവർ ഒന്ന് കുറഞ്ഞു. ശരിയല്ലേ? നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് ചെയ്തു, നമ്മുടെ ഫിസിക്സിന് ആവശ്യമുള്ളത്. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഹൗ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? ഏത് ടേം തന്നാലും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഓക്കെ. സോ വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? സ്പീഡ് പറയുമ്പോൾ ഡിസ്റ്റൻസ് എടുത്തോണം, വെലോസിറ്റി പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തോണം. അതേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പറയാം. ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ഡിഫറൻഷ്യൽ ഓഫ് ഓർ ദ ഡെറിവേറ്റീവ് ഓഫ്. രണ്ടും ഒന്നാ. ഈ ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മളങ്ങനെ പറയുക. ഇറ്റ് ഈസ് ദ ഡിഫറൻഷ്യൽ ഓഫ് ഓർ ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ക്ലിയർ? ഓക്കെ, അപ്പം ചെയ്യേണ്ടി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വെരി ഗുഡ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനായിരുന്നു. ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ. ചെയ്യേണ്ടത് എങ്ങനെയാ? ഇങ്ങനെ. പവർ ഇൻറ്റു നമ്പർ, പവർ ഒന്ന് കുറച്ചാൽ മതി. വേണമെങ്കിൽ നമുക്ക് ജനറൽ ഫോം ഓഫ് ഇക്വേഷനും യൂസ് ചെയ്യാം. ax⁻n-നെ dx വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതണ്ടേ? d/dx ഓഫ് ax⁻n എത്രയാണ്? nax⁻n-1. ക്ലിയർ? ഓക്കെ, അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്ലിയർ ആയോ ഇല്ലയോ എന്ന്? സോ വി ആർ ഗോയിങ് ടു എ ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ. A body is moving along a straight line in such a way that its position time relation is given as x is equal to 5t minus t². ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി പോകുന്നു. അതിൻ്റെ പൊസിഷൻ ടൈം റിലേഷൻ അവർ പറയുന്നു x is equal to 5t minus t² ആണ്. where x is in meter and t is in second. x മീറ്ററിലും t സെക്കൻഡ്സിലുമാണ്. Find the velocity of the body at t is equal to 3 seconds. ആദ്യമേ നമ്മളോട് ചോദിക്കുക മൂന്നാമത്തെ സെക്കൻഡിലായിട്ട് വെലോസിറ്റി എത്ര? ആവറേജ് വെലോസിറ്റി ഓഫ് ദ ബോഡി ഇൻ t is equal to 0 seconds to t is equal to 3 seconds. ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ചോദിച്ചത് ഇൻസ്റ്റൻറ്റേനിയസ് മാത്രമല്ല, ആവറേജും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് തന്നേക്കുന്നത്? x is equal to 5t minus t² അല്ലേ? അപ്പോൾ വെലോസിറ്റി എത്ര കിട്ടും? dx. എക്സ് എന്ന് വെച്ചാൽ പൊസിഷനകത്തുള്ള ചേഞ്ച് അല്ലേ? അപ്പോൾ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് പകരമായിട്ട് തന്നേക്കുക. അപ്പോൾ എത്ര കിട്ടും? 5tയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 5ഉം ശരിയല്ലേ? 1 into 5 മൈനസ് t² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 into 1 2tയും കിട്ടും. അപ്പോൾ എത്രയാ വെലോസിറ്റി? നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എത്ര കിട്ടും? 5 minus 2t meter per second എന്ന് കിട്ടും. ശരിയല്ലേ? നൗ ദ വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് t is equal to, നമുക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് v is equal to, v എപ്പോഴാ? അറ്റ് t is equal to 2 seconds കണ്ടുപിടിക്കണം. അപ്പോൾ vയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 5 minus 2t.
അപ്പോൾ എങ്ങനെ എഴുതാം? 5 at 3 seconds അല്ലേ? 3 seconds അല്ലേ അവർ പറഞ്ഞേക്കുന്നത്? ഓക്കെ, 5 minus 2 into 3 which is equal to 5 minus 2 3s are 6. അപ്പോൾ എത്ര കിട്ടി? v is equal to minus 1 meter per second. കണ്ടോ? വെലോസിറ്റി എത്ര കിട്ടി? വെലോസിറ്റി മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. അപ്പോൾ വെലോസിറ്റി എത്ര കിട്ടി? -1 meter per second. ശരിയല്ലേ? സിമ്പിൾ, വളരെ സിമ്പിൾ. നൗ ദ സെക്കൻഡ് വൺ ഈസ് ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി ഫ്രം T1 ഞാൻ 0 seconds ആയിട്ട് എടുത്തു, T2 നമ്മൾ 3 seconds ആയിട്ട് എടുത്തു. ഓക്കെ, T1 0 seconds മുതൽ T2 3 seconds വരെയുള്ള ആവറേജ്. അപ്പം വി ആവറേജ് നമ്മൾ എങ്ങനെ എടുത്തത്? വി ആവറേജ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പം ആദ്യത്തെ മനസ്സിലായല്ലോ, ഹൗ ടു ടേക്ക് ദ ഇൻസ്റ്റൻറ്റേനിയസ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? വി ഗോട്ട് ഫസ്റ്റ് വണ്ണിൻ്റെ വാല്യൂ വി ഗോട്ട് -1 meter per second. ഹിയർ ദ ആൻസർ ഈസ് -1 meter per second കിട്ടി നമുക്ക്. ശരിയല്ലേ? നമുക്ക് ഇനി ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനും ഇത്തിരി സ്റ്റെപ്സ് അല്ലേ, അപ്പം നമുക്കത് എഴുതണ്ടേ? അപ്പം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, സോ വാട്ട് വി ഹാവ് ടു ഫൈൻഡ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്ത് കണ്ടുപിടിക്കണം? രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ആവറേജ് വെലോസിറ്റി. അപ്പം നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ആവറേജ് വെലോസിറ്റി. അപ്പം വി ആവറേജ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ആവറേജ് എന്ന് വെച്ചാൽ ടോട്ടൽ എടുക്കണം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ശരിയല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര നോക്കണേ? T1 is equal to 0 seconds മുതൽ T2 is equal to 3 seconds വരെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പം T1 is equal to 0 secondsലെ x1 എത്ര? x1 5 into 0. x1 not velocity. 5 into 0 minus 0. അപ്പം 0 കിട്ടും. And what is x2? 5 into 3 അല്ലേ? സെക്കൻഡ് -3 square. So we will write 15 minus 9 എത്ര കിട്ടി? 6 meter കിട്ടി. അപ്പോൾ ആദ്യമേ 0 meter കിട്ടിയപ്പോൾ T1 is equal to 0 second ലിയാടെ x1 എത്രയായിരുന്നു? പൊസിഷൻ വെക്ടർ എത്ര? 0. T2 is equal to 3 second ആയപ്പോഴത്തേക്കാണ് x2 എത്രയായി? 6 meter. ശരിയല്ലേ? അപ്പം വി ആവറേജ് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വി വിൽ റൈറ്റ് ഹിയർ. ടോട്ടൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? സോ വി വിൽ റൈറ്റ് ഹിയർ ഇറ്റ് സെൽഫ്. നമുക്കിവിടെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് ആരാ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഓർമ്മയുണ്ടോ? സോ ഇറ്റ് ഈസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ബൈ ടോട്ടൽ ടൈം T2 മൈനസ് T1. അപ്പോൾ എത്ര കിട്ടി? ഫൈനൽ 6 minus 0 by ടൈം എത്ര? 3 minus 0. എത്ര കിട്ടും ആൻസർ? 6 minus 6 by 3 is the answer which is equal to 2 meter per second. കണ്ടോ? അപ്പം മൂന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി -1 meter per secondും പക്ഷെ 3 seconds കൊണ്ട് കിട്ടിയ വെലോസിറ്റി 2 meter per secondും. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആവറേജ് എന്ന് വെച്ചാൽ 3 seconds കൊണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ സെക്കൻഡിൽ. അപ്പോൾ എൻ്റെ ഈ ബോഡി മൂവ് ചെയ്ത് മൂന്നാമത്തെ സെക്കൻഡിലെത്തിയപ്പോൾ അയാളുടെ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്ര? -1 meter per secondും പക്ഷെ 0 മുതൽ 3 സെക്കൻഡ് വരെയുള്ള അയാളുടെ വെലോസിറ്റി എത്ര? 2 meter per secondും. ക്ലിയർ ആയോ? അപ്പം വെലോസിറ്റി ആവറേജ് എങ്ങനെ എടുക്കുന്നത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ x1ഉം x2ഉം സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. x2 minus x1 by T2 minus T1 will give the average. അതേസമയം ഇൻസ്റ്റൻറ്റേനിയസോ ആ ഇൻസ്റ്റൻറ്റിലെ മാത്രം മതി. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇസ് ഗിവൺ ആസ് s is equal to 2t square minus 8t plus 24. അവർ പറയുക ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ കൂടി സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഒരു ബോഡി മൂവ് ചെയ്തു.
ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ ബോഡി കംസ് ടു റെസ്റ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. പിന്നെയും നമ്മളോട് ചോദിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ കണ്ടുപിടിക്കാനാ. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ എന്ത് തന്നെ കണ്ടുപിടിക്കണം? ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? അറ്റ് ദ ഇൻസ്റ്റൻറ്റ് എപ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വേണം? വെൻ ദ ബോഡി കംസ് ടു റെസ്റ്റ്. എന്താണ്? വെൻ ദ ബോഡി കംസ് ടു റെസ്റ്റ്. വെൻ ബോഡി കംസ് ടു റെസ്റ്റ്, എപ്പോഴാണ് ബോഡി റെസ്റ്റിലായെന്ന് നമ്മൾ പറയുന്നത്? ബോഡി കംസ് ടു റെസ്റ്റ് when its velocity becomes equal to 0. ബോഡി എപ്പോഴാണ് റെസ്റ്റിലാവുന്നത്? ബോഡിയുടെ വെലോസിറ്റി 0 ആവുമ്പോൾ. മറക്കരുത്. എ ബോഡി കംസ് ടു റെസ്റ്റ് ഓർ വി സേ എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് when its velocity is 0. വെലോസിറ്റി 0 ആയിരിക്കുമ്പോഴാണ് അയാൾ റെസ്റ്റിലാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി 0 ആവുമ്പോൾ ഇയാൾക്ക് എത്രമാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? അപ്പം നമുക്ക് വെലോസിറ്റി എടുക്കണ്ടേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ds by dt. വി ഹാവ് ടു റൈറ്റ് d by dt ഓഫ് എസ് എത്ര? 2t സ്ക്വയർ മൈനസ് 8t പ്ലസ് 24. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എനിക്ക് വെലോസിറ്റി താ. 2 × 2 4, t ഒന്ന് പോയി, ബാക്കി ഒരു t മൈനസ് 8 അല്ലേ? 24നകത്ത് t ഇല്ല, അതായത് t raised to 0, 0 × 24 0. സോ വാട്ട് ഈസ് ദ വെലോസിറ്റി? വെലോസിറ്റിയുടെ ഇക്വേഷൻ 4t മൈനസ് 8 എന്ന് കിട്ടി അല്ലേ? ഇനി v is equal to 0 ആകുന്ന കണ്ടീഷൻ കൊടുക്കണം. അപ്പം 0 is equal to 4t മൈനസ് 8. മൈനസ് 8 LHSൽ വരുമ്പോൾ 8 is equal to 4t. t is equal to 8/4 which is equal to 2 seconds. കണ്ടോ? ഈ ബോഡി എപ്പോൾ റെസ്റ്റിലെത്തി? 2 സെക്കൻഡ്സിൽ. ശരിയല്ലേ? ഈ ബോഡി എപ്പോഴാണ് റെസ്റ്റിലെത്തിയേ? 2 സെക്കൻഡ്സിൽ. ശരിയല്ലേ? അപ്പം രണ്ടാമത്തെ സെക്കൻഡിൽ ഇയാൾ റെസ്റ്റിലെത്തി. അപ്പം രണ്ടാമത്തെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ ബോഡി കംസ് ടു റെസ്റ്റ്. അപ്പം yes is now equal to t ക്ക് 2 കൊടുക്കണം. 2 into t square, 2 square minus 8 into 2 plus 24. What will be the answer? 2 into 2 square 4, 4 into 2 8, 8 into 2 16 plus 24. This will be the answer. 16 8 minus 16 എന്ന് വെച്ചാൽ മൈനസ് 8. ശരിയല്ലേ? അപ്പം മൈനസ് 8 പ്ലസ് 24 എത്ര കിട്ടും? 16 plus 16. What is the displacement? കറക്റ്റ് ആണോ? ഈ 4 പോയി, ബാക്കി 4 പോകണം. ശരിയല്ലേ? അപ്പം 16. So what is the answer? Plus 16. ആൻസർ നോക്കിക്കോണം കറക്റ്റ് ആണോ? ഓക്കെ, യെസ്, ദ ആൻസർ ഇസ് കറക്റ്റ്. പ്ലസ് 16. നോക്കണേ. അപ്പം വെലോസിറ്റി 0 ആയപ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. വെലോസിറ്റി 0 ആക്കണം. അപ്പോൾ ആദ്യമേ വെലോസിറ്റി ഡിഫറൻഷ്യേറ്റ്, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് വെലോസിറ്റി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? വെലോസിറ്റി എടുത്തിട്ട് വെലോസിറ്റി 0 ആക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ സെക്കൻഡിലാണ് അയാളുടെ വെലോസിറ്റി 0 ആകുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ അയാൾ എത്ര ദൂരം കവർ ചെയ്തു? 16 മീറ്റർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, രണ്ടാമത്തെ സെക്കൻഡിൽ അയാൾ 16 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് അയാൾ റെസ്റ്റിലുമായിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ക്ലിയർ ആണല്ലോ? ഓക്കെ, വെരി ഗുഡ്. നൗ അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീഡ് ആൻഡ് വെലോസിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞായിരുന്നു. ശരിയല്ലേ? ആദ്യത്തെ ആവറേജ് പറഞ്ഞു, കംപ്ലീറ്റഡ്. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് പറഞ്ഞു, കംപ്ലീറ്റഡ്. ശരിയല്ലേ? രണ്ടിൻ്റെയും ന്യൂമറിക്കൽസും നമ്മൾ വർക്കൗട്ട് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു ദ തേർഡ് വൺ, ആൻഡ് ദ തേർഡ് വൺ ഈസ് യൂണിഫോം. മൂന്നാമത്തേത് ഏതാണ്? യൂണിഫോം. യൂണിഫോം സ്പീഡും പറയാനുണ്ട്, യൂണിഫോം വെലോസിറ്റിയും പറയാനുണ്ട്. സോ വാട്ട് ഈസ് യൂണിഫോം സ്പീഡ്? നമുക്ക് നോക്കാം. യൂണിഫോം സ്പീഡ് ആദ്യമേ പറയുക. അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. സപ്പോസ് എൻ്റെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇയാൾ ആദ്യത്തെ ഒരു 2 സെക്കൻഡ്സിൽ 10 മീറ്റർ ദൂരം പോയെന്ന് വിചാരിക്കാം. എൻ്റെ ബോഡി എന്ത് ചെയ്തു? ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ 10 മീറ്റർ ദൂരം പോയി. അടുത്ത 2 സെക്കൻഡ് നോക്കിയപ്പോഴും അയാൾ എത്ര ദൂരമാണ് പോയിരിക്കുന്നത്? 10 meter. In the next 2 seconds also, it covers 10 meter.
In the next 2 seconds also, it covers 10 meter. കണ്ടോ എൻ്റെ ബോഡി എങ്ങനെ പോയി? ഓരോ 2 സെക്കൻഡിലും 10 മീറ്റർ വെച്ച് ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, വാട്ട് ഈസ് ദ വെലോസിറ്റി ഫോർ ദ ഫസ്റ്റ് 2 സെക്കൻഡ്സ്? ആദ്യത്തെ 2 സെക്കൻഡിലെ വെലോസിറ്റി എത്ര? വെലോസിറ്റി എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലേ? 10 മീറ്റർ ബൈ ടൈം 2 സെക്കൻഡ്സ്. 10 മീറ്റർ ബൈ 2 സെക്കൻഡ്സ് എത്ര കിട്ടി? 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ശരിയല്ലേ? പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചു, വാട്ട് ഈസ് ദ വെലോസിറ്റി ഫോർ ടോട്ടൽ 4 സെക്കൻഡ്? തുടക്കം മുതൽ 4 സെക്കൻഡ്സ് വരെ അയാളുടെ വെലോസിറ്റി എത്ര നോക്കി? അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ അപ്പോഴല്ലേ 4 സെക്കൻഡ്സ് ആയത്? ഫുൾ 4 സെക്കൻഡ്സ് കൊണ്ട് അയാൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു? 20 മീറ്റർ ദൂരം ട്രാവൽ ചെയ്തു. എത്ര സമയം കൊണ്ട്? 4 സെക്കൻഡ്സ് കൊണ്ട്. അപ്പം 20 മീറ്റർ ബൈ 4 സെക്കൻഡ് എത്ര? അതും 5 മീറ്റർ പെർ സെക്കൻഡാണ് അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിച്ചു, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി? വെലോസിറ്റി അല്ല, സ്പീഡാണ്. നമ്മൾ സ്പീഡാണ് പറയുന്നത്. സോറി, സ്പീഡ് ഓഫ് ദ ബോഡി ഫോർ ദ ഫസ്റ്റ് 6 സെക്കൻഡ്സ്. മൊത്തം 6 സെക്കൻഡ്സ് കൊണ്ട് എത്ര ദൂരം പോയി? 10 + 10 + 10 30 മീറ്റർ ബൈ 6 സെക്കൻഡ്സ്. അതും എത്ര? 5 മീറ്റർ പെർ സെക്കൻഡാണ്. ശരിയല്ലേ? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോഡി ഫോർ ടോട്ടൽ 8 സെക്കൻഡ്സ്? മൊത്തം 8 സെക്കൻഡിലായുടെ സ്പീഡ് എത്ര? 10 + 10 + 10 + 10 40 മീറ്റർ ബൈ 8 സെക്കൻഡ്സ്. അതും എത്ര കിട്ടി? 5 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി? ആദ്യത്തെ 2 സെക്കൻഡിലെ സ്പീഡും 5 മീറ്റർ പെർ സെക്കൻഡാ. 4 സെക്കൻഡ്സ് ആകുമ്പോഴും 5 മീറ്റർ പെർ സെക്കൻഡാ. 6 സെക്കൻഡിലും ഇയാളുടെ ആവറേജ് സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡാ. 8 സെക്കൻഡ്സിലും, അതായത് ത്രൂ ഔട്ട് ദ ബോഡി ഈസ് മൂവിങ് വിത്ത് 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അങ്ങനെ എനിക്കൊരു കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റിയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിഫോം സ്പീഡ്. അപ്പോൾ എന്താ യൂണിഫോം സ്പീഡ് എന്ന് വെച്ചാൽ? എപ്പോഴായി എനിക്ക് യൂണിഫോം സ്പീഡ് കിട്ടിയേ? ഓരോ 2 സെക്കൻഡിലും 10 മീറ്റർ വെച്ച് ട്രാവൽ ചെയ്തപ്പോൾ അയാളുടെ സ്പീഡ് 5ൽ തന്നെ നിന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ പറയാം? ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. If a body covers equal distance in equal intervals of time, then its speed of the motion remains a constant. അയാളുടെ സ്പീഡ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് സ്പീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? യൂണിഫോം സ്പീഡ്. മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ യൂണിഫോം സ്പീഡ് എപ്പോഴാണ് വരുന്നത്? ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. If a body covers equal distance in equal intervals of time, the speed of the body remains a constant, and such a constant speed is called as the uniform speed. മനസ്സിലായല്ലോ? അപ്പോൾ എന്തായിരിക്കും യൂണിഫോം വെലോസിറ്റി? ഇത് തന്നെ അല്ലേ? ഡിസ്റ്റൻസ് എന്നുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ആവണം. ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ്, നേരത്തെ ഡിസ്റ്റൻസ് ആയിരുന്നു, ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ്. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ equal intervals of time, then its velocity of the motion remains a constant and is called as the uniform velocity. ഒരു ബോഡി 2 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ ഓരോ 2 സെക്കൻഡിലും 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്താൽ അയാളുടെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം വിൽ ഗിവ് യൂണിഫോം വെലോസിറ്റി. മനസ്സിലായല്ലോ? വെരി ഗുഡ്. ആൻഡ് വാട്ട് ഈസ് യൂണിഫോം മോഷൻ? ഇനി നമ്മൾ യൂണിഫോം മോഷനെ കുറിച്ച് പറയാൻ പോവാം. ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് എ യൂണിഫോം വെലോസിറ്റി. ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുവാണെങ്കിൽ സച്ച് എ മോഷൻ, നേരത്തെ മോഷൻ കണ്ടോ? അത് യൂണിഫോം സ്പീഡാണ്. നമുക്ക് ഡയറക്ഷനൂടെ വേണം, അതുകൊണ്ടാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം, ഇറ്റ്സ് വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആൻഡ് സച്ച് എ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ഓർ യൂണിഫോം വെലോസിറ്റി ഇസ് കോൾഡ് ആസ് ദ യൂണിഫോം മോഷൻ. അങ്ങനെ മൂവ് ചെയ്താൽ അതിന് പറയുന്ന പേരാണ് എന്ത്? യൂണിഫോം മോഷൻ. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ, യൂണിഫോം മോഷൻ എന്താണെന്നും മനസ്സിലായി. ക്ലിയർ ആണോ? ഇനി യൂണിഫോം മോഷനിലും നമുക്ക് പറയാൻ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാലും യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാലും യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാലും സോൾവ് ചെയ്യാൻ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ.
ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നും നേരത്തെ സ്ഥലത്ത് ഇവിടെ എല്ലാം കണ്ടോ, ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ യൂണിഫോം സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്. ഒറ്റ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാനുള്ളൂ, ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. ഓക്കെ, അപ്പോൾ യൂണിഫോം മോഷനിൽ ഒറ്റ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാനുള്ളൂ. ഒറ്റ ഇക്വേഷനേ ഉള്ളൂ നമുക്ക്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ക്ലിയർ? ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തൊരു ഹെഡിങ് നോക്കണേ, ഡയറക്ഷൻ ഓഫ് മോഷൻ. അത് യൂണിഫോം സ്പീഡ് ആയാലും യൂണിഫോം വെലോസിറ്റി ആയാലും വിച്ച് ടൈപ്പ്, ഇനി നമ്മൾ പറയാൻ പോകുന്ന നോൺ യൂണിഫോം ആയാലും നമ്മൾ ഡയറക്ഷൻ ഓഫ് മോഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരാം. സപ്പോസ് ഇത് 0 മീറ്റർ ആണ്, ഇത് +10 മീറ്റർ ആണ്, ഇത് -10 മീറ്റർ ആണ്. 0 മീറ്റർ +10 മീറ്റർ -10 മീറ്റർ. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, എപ്പോഴാണ് ബോഡി പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്? എപ്പോഴാണ് ബോഡി പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞു +10 മീറ്റർ ആയിരിക്കുമല്ലോ ആൻസർ, അല്ലേ? +10 മീറ്ററിൽ എനിക്ക് ഉറപ്പാണ് ഇയാൾ എന്താണ് പോസിറ്റീവ് ഡയറക്ഷനിലാണ്, -10ൽ ഇയാൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ്, 0ൽ ഇയാൾ ഒറിജിനിലാണ് എന്ന് പറയും. ശരിയല്ലേ? ശരിയല്ലേ? എ ബോഡി ഈസ് മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ, ഒറിജിൻ 0 മീറ്റർ, ഇവിടെ എത്തിയപ്പോൾ +10 മീറ്റർ, ഇവിടെ എത്തിയപ്പോൾ -10 മീറ്റർ. ഞാൻ ചോദിച്ചു പോസിറ്റീവ് ഡയറക്ഷൻ ഏതാ? വിച്ച് ഇസ് ദ പോസിറ്റീവ് ഡയറക്ഷൻ? എനിക്ക് വേണ്ടുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. ഓക്കെ, പോസിറ്റീവ് ഡയറക്ഷൻ ഏതാ? +10 മീറ്റർ, അല്ലേ? നെഗറ്റീവ് ഡയറക്ഷൻ ഏതാ? -10 മീറ്റർ. ശരിയല്ലേ? 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 ശരിയല്ല. ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും മോഷന്റെ ഡയറക്ഷൻ തരില്ല. ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും മോഷന്റെ ഡയറക്ഷൻ തരില്ല. ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് ഗിവൺ ഓൺലി ബൈ വെലോസിറ്റി ഓഫ് ദ ബോഡി. ആരാണ് മോഷന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നത്? വെലോസിറ്റി. മനസ്സിലായോ? ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും മോഷന്റെ ഡയറക്ഷൻ തരില്ല, വെലോസിറ്റിയാണ് മോഷന്റെ ഡയറക്ഷൻ. ഇതേ ആക്സിസിൽ സപ്പോസ് ഇങ്ങനെയാണ് തന്നത്, +10 മീറ്റർ പെർ സെക്കൻഡ് -10 മീറ്റർ പെർ സെക്കൻഡ്, വിച്ച് ഇസ് ദ പോസിറ്റീവ് ഡയറക്ഷൻ? ഉറപ്പായിട്ടും ഇത് പോസിറ്റീവ് ഡയറക്ഷനും വിച്ച് ഇസ് ദ നെഗറ്റീവ് ഡയറക്ഷൻ? ദിസ് ഇസ് ദ നെഗറ്റീവ് ഡയറക്ഷൻ, നോ ഡൗട്ട് ഓൺ ദാറ്റ്. അപ്പോൾ ആ മറക്കരുത്, തെറ്റരുത്. ഓക്കെ, മറക്കരുത്, തെറ്റരുത്. അപ്പം മറക്കുകയും ചെയ്യരുത്, തെറ്റിക്കുകയും ചെയ്യരുത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ? ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് ഓൾവേസ് ഗിവൺ ബൈ വെലോസിറ്റി. ഇത് നമുക്കൊരു എക്സാമ്പിൾ ഇപ്പോൾ വന്നായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലം, ഇപ്പം നമ്മൾ ചെയ്തൊരു പ്രോബ്ലം, ഇത് ചെയ്തത് കണ്ടോ? ഓക്കെ, അവിടെ നമുക്ക് ഇതാണ് ഇതിന് മുന്നത്തെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിനകത്ത് താണ്ട് എ ബോഡി, ഇപ്പം നമ്മൾ ചെയ്ത ഈ പ്രോബ്ലത്തിനകത്ത് എ ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു തന്നില്ലേ? അവിടെ 3ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്തു -1 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ 3 സെക്കൻഡ് കൊണ്ട് അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര, വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 3ാമത്തെ സെക്കൻഡിൽ അയാൾ പോസിറ്റീവ് ഡയറക്ഷനിലാണോ നെഗറ്റീവ് ഡയറക്ഷനിലാണോ? 3ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എനിക്ക് എങ്ങനെ കിട്ടി? -1ൽ കിട്ടി. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് ഡയറക്ഷനിലാണ്. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, നെഗറ്റീവ് വന്നാൽ എന്താണ് അർത്ഥം? നെഗറ്റീവിൽ പോയാൽ ഇറ്റ് ഈസ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. വെലോസിറ്റി പോസിറ്റീവ് വന്നാൽ ഇറ്റ് ഈസ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. ക്ലിയർ ആയോ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എന്ത് പറയില്ല? ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും എന്ത് തരില്ല? ഡയറക്ഷൻ ഓഫ് മോഷൻ തരില്ല. വെലോസിറ്റി വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മനസ്സിലായോ? +10 മീറ്റർ പെർ സെക്കൻഡ് പോസിറ്റീവ് ഡയറക്ഷൻ, -10 മീറ്റർ പെർ സെക്കൻഡ് നെഗറ്റീവ് ഡയറക്ഷൻ, +10 മീറ്റർ നോട്ട് സ്പെസിഫൈഡ്, -10 മീറ്റർ നോട്ട് സ്പെസിഫൈഡ്. ക്ലിയർ? ഓക്കെ, അപ്പം ഡയറക്ഷൻ ഓഫ് മോഷൻ ആരാ തരുന്നത്? നമുക്ക് ഡയറക്ഷൻ ഓഫ് മോഷൻ തരുന്നത് ഹൂ? യെസ്, അവർ വെലോസിറ്റി. ക്ലിയർ?